നമസ്കാരം. പകൽ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കൂടോത്ര പരാതിയിൽ അന്വേഷണം ഉടൻ ആരംഭിക്കും. 2 ACPമാർക്ക് ചുമതല. പരാതിയിൽ നിയമോപദേശം തേടിയ ശേഷം FIR. പരിഹസിച്ച് DYFI. രാഹുൽ ഗാന്ധിയോട് ഒരു മുന്നറിയിപ്പ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് പ്രിയങ്ക ഗാന്ധി ഇങ്ങോട്ട് മത്സരിക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഒഴിയുമ്പോൾ അതെങ്കിലും ഒഴിഞ്ഞു പോകുമെന്ന് കരുതിയിരുന്നവരായിരിക്കും ഇവിടെ ഉണ്ടായിരുന്നവര്. പ്രിയങ്ക വരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള കൂടോത്ര സാധ്യതകൾ കൂടി ഒന്ന് രാഹുൽ പരീക്ഷിക്കുന്നതല്ല. ഹത്രാസിൽ പോകുന്ന സമയത്ത് ഇവിടുത്തെ കൂടോത്ര കാര്യങ്ങൾ കൂടി ഒന്ന് നോക്കിയേക്കണം. പ്രിയങ്കയ്ക്ക് കൂടോത്രം ഏൽക്കാതിരിക്കാനുള്ള പൂർവ്വക്രിയകൾ എന്തെങ്കിലും ചെയ്തു വിടുന്നത് നല്ലതായിരിക്കും എന്നൊരു അഭിപ്രായം കൂടിയുണ്ട്. ആർക്ക് കൂടോത്രം വെക്കാം എന്ന് കരുതുന്ന കേരളത്തിലെ ഒരു പാർട്ടി കോൺഗ്രസ്. ഈ സമൂഹത്തിൽ ജീവിച്ചിരിക്കേണ്ടവരാണോ എന്ന് AK ശശീന്ദ്രൻ. CPMനെ വെട്ടിലാക്കി കോഴ ആരോപണം. PSC അംഗത്വം വാഗ്ദാനം ചെയ്ത് 22 ലക്ഷം യുവ നേതാവ് വാങ്ങിയതായി പരാതി. അറിയില്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. അല്ല, അതിലിപ്പോ എന്ത് പറയാനാ, ഞാനെന്ത് പറയാനാ? ഇന്നിപ്പോ താങ്കൾക്കെതിരെയും താങ്കളുമായി നേരത്തെ വരുന്നുണ്ട്. താങ്കൾക്ക് തീരെ അറിയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞല്ലോ. അല്ല, താങ്കൾ പരാതി നൽകിയെന്നാണ് അത് പറയുന്നത്. തിരുവമ്പാടിയിൽ KSEB വൈദ്യുതി വിച്ഛേദിച്ചതിനെതിരെ പ്രതിഷേധം. പ്രശ്നപരിഹാരത്തിന് നിർദ്ദേശം നൽകി K കൃഷ്ണൻകുട്ടി. നിയമ പോരാട്ടത്തിന് കുടുംബം. പ്രതിഷേധം തുടരുകയാണ്. കറണ്ട് കിട്ടുന്നവരെ പ്രതിഷേധിക്കും ഞങ്ങള്. മറ്റുള്ളവർ മക്കൾ കച്ചറകൾ ഉണ്ടാക്കിയെങ്കിൽ രക്ഷിതാക്കളെ പേരിലുള്ള കണക്ഷൻ ഒഴിവാക്കാൻ പാടില്ല. ഇതിപ്പോ അങ്ങനെയാണ് പോലും ചെയ്തത്. അതിലിപ്പോ ഞങ്ങൾ ഇന്നലെ ഉച്ച മുതൽ ഞങ്ങളിവിടെ കഷ്ടപ്പെട്ടാണ് കഴിയുന്നത്. പിന്തുണയുമായി പ്രതിപക്ഷ പാർട്ടികൾ. ജമ്മുകാശ്മീർ കുൽഗാമിൽ സൈനിക ക്യാമ്പിന് നേരെ ആക്രമണം. കുൽഗാമിൽ ഏറ്റുമുട്ടൽ തുടരുന്നു. 6 ഭീകരരെ വധിച്ചു. കൊല്ലപ്പെട്ടവരിൽ ഹിസ്ബുൾ സീനിയർ കമാൻഡർ. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ഉത്തരവിനെ സ്വാഗതം ചെയ്ത് WCC. നിശബ്ദത ഭേദിക്കുന്ന ഉത്തരവ് ഏറെ പ്രതീക്ഷ നൽകുന്നു. ചില ചോദ്യങ്ങൾ വീണ്ടും ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ചൂഷണമില്ലാത്ത തൊഴിലിടങ്ങളിലേക്ക് പോകാൻ സാധിക്കുമെന്ന് പ്രത്യാശ. പ്രതികരണം FB പോസ്റ്റ്. CPMനെതിരെ INL കാസർഗോഡ് ജില്ലാ ഘടകം. സർക്കാരിന്റെ ജനവിരുദ്ധ നടപടികൾ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി. മുന്നണി ബന്ധം പുനഃപരിശോധിക്കണമെന്നും ആവശ്യം. CPM സംഘടനാ റിപ്പോർട്ടിംഗ് എറണാകുളത്ത്. കോപ്പയിൽ കാനറികൾ സെമി കാണാതെ വീണു. ഉറുഗ്വേയുടെ ജയം ഷൂട്ടൌട്ടിൽ. യൂറോ കപ്പിൽ സെമി ലൈനപ്പായി. ഫ്രാൻസിന് എതിരാളികൾ സ്പെയിൻ. ഇംഗ്ലണ്ട് നെതർലൻഡ്സിനെ നേരിടും. വിശദമായ വാർത്തയിലേക്ക്. KPCC അധ്യക്ഷൻ K സുധാകരനെതിരായ കൂടോത്ര വിവാദത്തിൽ 2 അസിസ്റ്റന്റ് കമ്മീഷണർമാർക്ക് അന്വേഷണ ചുമതല. കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറും സൈബർ സെക്യൂരിറ്റി അസിസ്റ്റന്റ് കമ്മീഷണറുമാണ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുക. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ G സ്പർജൻ കുമാറാണ് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയത്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു. ഡാൻ, 2 പേർക്ക് ചുമതല നൽകിയിരിക്കുന്നു അന്വേഷണത്തിന്. അതേസമയം FIR ഇടുന്ന കാര്യത്തിലൊക്കെ ധാരണയായിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സംസ്ഥാന പോലീസ് മേധാവിക്ക് കേരള കോൺഗ്രസ് നേതാവ് AH ഹഫീസ് ഇന്നലെ വൈകുന്നേരം നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ട് തുടർന്നാണ് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർബെ സാഹിബ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇതിൽ തുടർ നടപടി സ്വീകരിക്കാൻ പരാതി കൈമാറിയത്. ആ പരാതിയിലാണ് വിശദമായ അന്വേഷണം നടത്തേണ്ടതിനു വേണ്ടി 2 അസിസ്റ്റന്റ് കമ്മീഷണർമാരെ ചുമതലപ്പെടുത്താൻ തീരുമാനമായിരിക്കുന്നത്. കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറും സൈബർ സെക്യൂരിറ്റി അസിസ്റ്റന്റ് കമ്മീഷണറുമായിരിക്കും ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുക. പക്ഷേ 4 സ്ഥലങ്ങളിൽ വെച്ചാണ് ഈ കൂടോത്രം കണ്ടെടുത്തിരിക്കുന്നത് എന്ന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ കേസ് എവിടെ വേണം രജിസ്റ്റർ ചെയ്യാൻ, എവിടെ നിന്നായിരിക്കണം FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ ഈ കൂടോത്രം ഒരു ക്രിമിനൽ കുറ്റമായി ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ എങ്ങും തന്നെ ഇതിനോടകം പരാമർശിക്കപ്പെടാത്ത ഒരു സാഹചര്യത്തിൽ
ഏത് തരത്തിലായിരിക്കണം ഇതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് വൃത്തങ്ങളിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഭാഗത്ത് നിന്ന് നിയമോപദേശം തേടിയതിനു ശേഷം മാത്രമായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കുക. എന്തായാലും ഈ പരാതിയിൽ അപായപ്പെടുത്താനുള്ള നീക്കമാണ് നടന്നിരിക്കുന്നത് എന്ന് കെ സുധാകരൻ്റെ തന്നെ ശബ്ദ സന്ദേശത്തിൽ, അതായത് ഉയിരോടെ ഇരുന്നത് ഭാഗ്യമെന്ന് അദ്ദേഹം തന്നെ പറയുന്ന ഭാഗ്യം പരാതിയിൽ എടുത്ത് പരാമർശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജീവൻ അപായപ്പെടുത്താനുള്ള നീക്കമാണ് നടന്നത്. അതുകൊണ്ട് അത്തരത്തിലേക്ക് വേണം അന്വേഷണം നടക്കാൻ എന്ന ആവശ്യമാണ് പരാതിക്കാരൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയിരിക്കുന്ന പരാതിയിൽ വ്യക്തമായി എടുത്തു പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ വഴിയിലേക്ക് അന്വേഷണം നീളുമോ എന്നതാണ് കാത്തിരുന്ന് കാണാനുള്ളത്. എന്തായാലും കോൺഗ്രസിന്റെ ഔദ്യോഗിക നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാമർശവുമായി രംഗത്ത് വരാതിരിക്കുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാന പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഏറ്റെടുക്കുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകിയാൽ കോൺഗ്രസിനുള്ളിൽ അതുണ്ടാക്കാൻ പോകുന്ന ചലനങ്ങൾ ചെറുതായിരിക്കില്ല. നിയമസഭാ സമ്മേളനം നാളെ വീണ്ടും ആരംഭിക്കും. അവധികൾക്ക് ശേഷം സ്വാഭാവികമായി സഭയിൽ ഈ വിഷയം ഗൗരവതരമായ ഒരു വിഷയം ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായാൽ പ്രതിപക്ഷ നേതാവിനും KPCC അധ്യക്ഷനും മൗനം വെടിഞ്ഞ് കൃത്യമായ പ്രതികരണവുമായി രംഗത്ത് വരേണ്ടത് അനിവാര്യമായ രാഷ്ട്രീയ സാഹചര്യമായി മാറും നിലവിലെ സാഹചര്യത്തിൽ. ശരി, എന്തായാലും കൂടോത്ര വിവാദത്തിൽ 2 അസിസ്റ്റന്റ് കമ്മീഷണർമാർക്ക് അന്വേഷണ ചുമതല നൽകിയിരിക്കുകയാണ്. കൂടോത്ര വിവാദത്തിൽ പരിഹാസവുമായി A റഹീം. പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ കൂടോത്രമുണ്ടാകുമോ എന്ന് കോൺഗ്രസുകാർ പരിശോധിക്കണമെന്ന് റഹീം പറഞ്ഞു. കോൺഗ്രസ് കൂടോത്ര കോൺഗ്രസായി മാറിയെന്നും റഹീം പരിഹസിച്ചു. ആ ഖാർഗെയുടെ പാർട്ടി കേരളത്തിൽ കൂടോത്ര പാർട്ടിയായി മാറി. നിങ്ങൾ ആലോചിച്ചു, കേരളത്തിലെ കോൺഗ്രസ് കൂടോത്ര പാർട്ടിയായി മാറി. ആ കൂടോത്ര പാർട്ടി എത്രയെത്ര സംഭവങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒരൊറ്റ സംഭവമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ KPCC ഓഫീസൊക്കെ ഇനി ഒന്ന് കുഴിച്ചു നോക്കിയാൽ എന്തെല്ലാം കാണും. KPCC നേതാക്കളല്ല ഇപ്പോ ഈ മന്ത്രമാണ് ഉരുവിടുന്നത്. രാവിലെ എണീറ്റ് ചിരിച്ച് KPCC ഓഫീസിൽ വന്ന് പരസ്പരം കൈകൊടുക്കുമ്പോഴും മനസ്സുകൊണ്ട് മന്ത്രിക്കുന്നത് ഈ മഹാന്റെ ശിരസ് പിളർന്ന് അന്തരിച്ചു പോകണമേ എന്ന് മനസ്സിൽ ഉരുവിട്ടുകൊണ്ടാണ് സുധാകരന് കൈ കൊടുക്കുന്നത്, സുധാകരൻ വേറൊരാൾക്ക് കൈ കൊടുക്കുന്നത്, ഇതെല്ലാം സംഭവിക്കുന്നത്. എത്ര മലിനമായ മാനസികാവസ്ഥയുടെ ഉടമകളാണ് കേരളത്തിലെ കോൺഗ്രസുകാർ. ഞാൻ രാഹുൽ ഗാന്ധിയോട് ഒരു മുന്നറിയിപ്പ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്, പ്രിയങ്ക ഗാന്ധി ഇങ്ങോട്ട് മത്സരിക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഒഴിയുമ്പോൾ അതെങ്കിലും ഒഴിഞ്ഞു പോകുമെന്ന് കരുതിയിരുന്നവരായിരിക്കും ഇവിടെ ഉണ്ടായിരുന്നവര്. പ്രിയങ്ക വരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള കൂടോത്ര സാധ്യതകൾ കൂടി ഒന്ന് രാഹുൽ പരീക്ഷിക്കുന്നതല്ല. ഹത്രാസിൽ പോകുന്ന സമയത്ത് ഇവിടുത്തെ കൂടോത്ര കാര്യങ്ങൾ കൂടി ഒന്ന് നോക്കിയേക്കണം. പ്രിയങ്കയ്ക്ക് കൂടോത്രമേൽക്കാതിരിക്കാനുള്ള പൂർവ്വക്രിയകൾ എന്തെങ്കിലും ചെയ്തു വിടുന്നത് നല്ലതായിരിക്കും എന്നൊരു അഭിപ്രായം കൂടിയുണ്ട്. ആർക്ക് കൂടോത്രം വെക്കാം എന്ന് കരുതുന്ന കേരളത്തിലെ ഒരു പാർട്ടി കോൺഗ്രസ്. ഇപ്പോൾ കൂടോത്രം കോൺഗ്രസായി മാറിയ കൂടോത്ര പാർട്ടിയായ കോൺഗ്രസ് KPCCയുടെ ഓഫീസിനകത്ത് നിന്ന് ഏറ്റവും ചുരുങ്ങിയത് നെഹ്റുവിന്റെയും ഗാന്ധിയുടെയും ചിത്രമെങ്കിലും എടുത്തു മാറ്റാൻ തയ്യാറാണ്. ഇനി കേരളീയ നവോത്ഥാനം എന്നൊരു വാക്ക് പറയാൻ കോൺഗ്രസിന് അവകാശമില്ല. കൂടോത്രം നടത്തുന്നവർ ഇപ്പോഴും ഈ സമൂഹത്തിൽ ജീവിച്ചിരിക്കേണ്ടവരാണോ എന്ന് മന്ത്രി AK ശശീന്ദ്രൻ. എങ്ങോട്ടാണ് സമൂഹത്തെ നയിക്കുന്നതെന്നും ഇത്തരം ചിന്താഗതിയിൽ നിന്ന് പിന്മാറണമെന്നും AK ശശീന്ദ്രൻ ആവശ്യപ്പെട്ടു. പക്ഷേ ഈ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റിയവരാണോ അവരെന്ന് അവരാണ് ആലോചിക്കേണ്ടത്. ഇപ്പോഴും ഇത്തരം അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഭാഗമായി പ്രവർത്തിക്കാൻ എങ്ങനെയാണ് പുരോഗതി പ്രാപിച്ച ഒരു സംസ്കാര സമ്പന്നമായ ഒരു സമൂഹത്തിലെ ഏറ്റവും ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കഴിയുന്നത് എന്ന് അവരെ സമൂഹം വിലയിരുത്തുമെന്ന് അവർ മനസ്സിലാക്കുക. ഞാൻ വേറൊന്നിനെ പറ്റി പറഞ്ഞു, അവരെ സമൂഹം വിലയിരുത്തട്ടെ. എവിടത്തേക്കാണ് അവർ ഈ നാട്ടിനെ കൊണ്ടുപോകുന്നത്, എന്ത് സന്ദേശമാണ് അവർ കൊടുക്കുന്നത്, തലമുറകൾക്ക് ഇങ്ങനെ പോകണമെന്ന ഒരു പിന്തിരിപ്പൻ വിചാരം അവരിൽ നിന്നുണ്ടാകുന്നത് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏത് കാലാഹരണപ്പെട്ട മാർഗങ്ങളും ഉപയോഗിക്കുമെന്നതിന്റെ ദൗർഭാഗ്യകരമായ തെളിവാണിത്. തിരുത്തൽ നടപടികൾ ആരംഭിക്കാനിരിക്കെ CPMൽ കോഴ ആരോപണം. PSC അംഗത്വം വാഗ്ദാനം ചെയ്ത് കോഴിക്കോട്ടെ യുവ നേതാവ് കോഴ വാങ്ങിയതായാണ് പരാതി. മന്ത്രി PM മുഹമ്മദ് റിയാസ് വഴി കാര്യം നടത്താമെന്ന ഉറപ്പിൽ 22 ലക്ഷം രൂപ കൈപ്പറ്റിയതായാണ് ആരോപണം. എന്നാൽ PSC അംഗത്വത്തിൽ തീരുമാനം ആകാത്തതിനെ തുടർന്ന് പരാതി പാർട്ടിക്ക് നൽകുകയായിരുന്നു. ആരോപണത്തെക്കുറിച്ച് അറിയില്ലെന്നായിരുന്നു മന്ത്രി PM മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. പരാതി നൽകിയോ എന്ന ചോദ്യത്തിനും അറിയില്ല എന്നായിരുന്നു മന്ത്രിയുടെ മറുപടി.
പാർട്ടിയിൽ ഒരു കോഴ ആരോപണ പരാതിയുടെ വാർത്തകളൊക്കെ വരുന്നുണ്ട്. എന്താണ് ഇതിന്റെ സ്ഥിതി? അറിയില്ല എന്താന്നറിയില്ല. വേറെ ഒരു കോൺഗ്രസ് പ്രവർത്തിക്കുന്ന പരാതി താങ്കൾ കൊടുത്തിട്ടുണ്ട്. അറിയില്ല നിഷേധിക്കുന്നുണ്ടോ? ഈ ഒരു പരാതി ഉണ്ടെന്ന് നിഷേധിക്കുന്നുണ്ടോ? അറിയില്ല എന്ന് പറഞ്ഞില്ല. വിഷയം അറിയില്ല. വേറെന്തേ ഉണ്ടോ? വേറെന്തേ രാഷ്ട്രീയ കാര്യം ഉണ്ടെങ്കിൽ പറയാം. അറിയില്ല MS അനീഷ് കുമാർ ചേരുന്ന വിവരങ്ങളുമായി. അനീഷ്, എന്തായാലും ഗുരുതരമായ ആരോപണമാണ് വന്നിരിക്കുന്നത്. ആ പരാതിയുടെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഒപ്പം മന്ത്രിയുടെ പ്രതികരണം അറിയില്ല എന്ന് മാത്രമായിരുന്നല്ലോ. പരാതിയെക്കുറിച്ച് ആവർത്തിച്ച് ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലും മന്ത്രി മുഹമ്മദ് റിയാസ് അറിയില്ല എന്ന വാക്കിലാണ് കാര്യങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നത്. എന്തായാലും ഔദ്യോഗികമായ ഒരു പരാതി പോലീസിനോ മറ്റ് പരസ്യമായോ ഈ പരാതിക്കാരൻ ഉന്നയിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നമായി തന്നെയാണ് ഇപ്പോൾ ഇത് നിലനിൽക്കുന്നത്. ഏരിയ സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കോഴിക്കോട് ജില്ലയിലെ CPM നേതാവാണ് ഇത്തരത്തിൽ ഒരു കോഴ ഇടപാടിൽ ഉൾപ്പെട്ടെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. PSCയിൽ അംഗത്വം നൽകാമെന്ന് ചൂണ്ടിക്കാട്ടി ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളിൽ നിന്നാണ് 80 ലക്ഷം രൂപ 60 ലക്ഷം രൂപ നൽകണമെന്ന് ആവശ്യപ്പെട്ടത്. അതിൽ 22 ലക്ഷം രൂപ ഇതിനകം നൽകി കഴിഞ്ഞു. പക്ഷേ ഈ പണം നൽകി ഏറെ നാൾ കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ ഈ PSC അംഗങ്ങളെ നിയമിച്ചു കഴിഞ്ഞിട്ടും നിയമന പട്ടികയിലൊന്നും പേരുൾപ്പെടാത്ത സാഹചര്യത്തിലാണ് ഇതിനെക്കുറിച്ച് പാർട്ടിക്ക് പരാതി നൽകിയത്. എന്നാൽ ഇക്കാര്യം ഈ പണം നൽകിയ ആൾക്ക് ചൂണ്ടിക്കാണിച്ചപ്പോൾ ഇനി ആയുഷ് വിഭാഗത്തിൽ ഒരു ഉയർന്ന തസ്തികയിൽ ജോലി നൽകാമെന്ന് ചൂണ്ടിക്കാട്ടി, അല്ലെങ്കിൽ അങ്ങനെ ഒരു തസ്തിക നൽകാമെന്ന് ചൂണ്ടിക്കാട്ടി വീണ്ടും ആശ്വസിപ്പിച്ച് നിൽക്കുകയായിരുന്നു എന്നാണ് നമുക്ക് പാർട്ടിയിൽ നിന്നും അല്ലെങ്കിൽ ഈ വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നടപടികൾ ഉണ്ടാവാത്ത സാഹചര്യത്തിൽ ശബ്ദരേഖകളടക്കം ഇദ്ദേഹം പാർട്ടിക്ക് പരാതി നൽകിയതായാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേവലം ഈ ഏരിയ സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ജില്ലയിലെ ഒരു നേതാവിനും ഇത്ര വലിയ തസ്തികയിൽ എങ്ങനെ ജോലി വാങ്ങിക്കൊടുക്കാൻ കഴിയും, അല്ലെങ്കിൽ നിയമനം വാങ്ങി നൽകാൻ കഴിയുമെന്ന ചോദ്യം പാർട്ടി ആഭ്യന്തര തലത്തിൽ അന്വേഷണം നടത്തിയപ്പോൾ ഉയർന്നു വന്നതായാണ് മനസ്സിലാക്കിയത്. എന്നാൽ ഈ ഘട്ടത്തിലാണ് മുഹമ്മദ് റിയാസ്, മന്ത്രി ജില്ലയിൽ നിന്നുള്ള സ്വാധീനമുള്ള മന്ത്രിയാണ്, മുഹമ്മദ് റിയാസിന്റെ പേര് ദുരുപയോഗം ചെയ്താണ് ഇത്തരമൊരു കൃത്യം ചെയ്തതെന്ന ആരോപണം ഉയർന്നു വരുന്നിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം നമ്മൾ തേടിയത്. ഒപ്പം മന്ത്രി തന്റെ പേരിൽ നടത്തിയ ഒരു ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പാർട്ടിയോട് ആവശ്യപ്പെട്ടു എന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു. ഈ രണ്ട് കാര്യങ്ങളും എന്നാൽ മന്ത്രി മുഹമ്മദ് റിയാസ് അറിയില്ല എന്ന വാക്കിൽ ഒതുക്കുകയാണ്. ഇത്തരം മാധ്യമങ്ങളിൽ വന്ന ആരോപണം വ്യാജമാണോ, അല്ലെങ്കിൽ ഇത്തരം ഒരു സൃഷ്ടിതമായ വാർത്തയാണോ എന്നടക്കമുള്ള ഒരു കാര്യങ്ങളും മന്ത്രി ഈ പറയുന്നുമില്ല. അറിയില്ല എന്ന വാക്കിൽ തുടർച്ചയായി അദ്ദേഹം ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും CPM രാഷ്ട്രീയത്തിൽ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് ജില്ലയിൽ ഈ വിവാദം. നാളെ CPMന്റെ ജില്ലാ കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. ഈ ജില്ലാ കമ്മിറ്റിയും ഈ സംബന്ധിച്ച ചർച്ചകൾ നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തെറ്റുതിരുത്തൽ നടപടിയൊക്കെ പ്രഖ്യാപിച്ച് ജനങ്ങളിലേക്ക് കൂടുതൽ അടുക്കണമെന്ന തീരുമാനവുമായി CPM മുന്നോട്ട് പോകുമ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഉയർന്നിരിക്കുന്ന ഇത്തരം വിവാദങ്ങളെ ഏത് രീതിയിലാണ് പാർട്ടി കൈകാര്യം ചെയ്യുക എന്ന് നമുക്ക് കണ്ടറിഞ്ഞു കാണേണ്ടതുണ്ട്. ഒപ്പം പരാതിക്കാരൻ മറനീക്കി പുറത്തു വരുമോ, ഏതു തരത്തിലാണ് താൻ പണം നൽകിയതിന് എന്തൊക്കെ തെളിവുകൾ തന്റെ പക്കലുണ്ട് എന്നൊക്കെ ചൂണ്ടിക്കാട്ടി ഈ പരാതിക്കാരൻ മറനീക്കി പുറത്തു വരുമോ എന്നതും കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ മുഹമ്മദ് റിയാസിന്റെ അറിയില്ല എന്ന പരാമർശമാണ് ഇതുമായി ബന്ധപ്പെട്ട് പരസ്യമായി വന്നിരിക്കുന്ന ഏക വാക്കുകൾ. ശരി, അതാണ് മന്ത്രിയുടെ വാക്ക് അറിയില്ല എന്ന് പറഞ്ഞ് മന്ത്രി അത് അവസാനിപ്പിക്കുമ്പോഴും ആ ആരോപണം അവിടെ തുടരുന്നുണ്ട് എന്നുള്ളതാണ്. വരും ദിവസങ്ങൾ അത് ചർച്ചയാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. KSCB ഓഫീസ് ആക്രമിച്ച കേസിലെ പ്രതികളുടെ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചതിനെതിരെ പ്രതിഷേധിച്ച് വീട്ടുകാർ. കേസിൽ പ്രതിയായ അജ്മലിന്റെ മാതാപിതാക്കളാണ് വീട്ടിൽ കയറാതെ പ്രതിഷേധിക്കുന്നത്. വൈദ്യുതി വിച്ഛേദിക്കാനെത്തിയപ്പോൾ ഉദ്യോഗസ്ഥർ കയ്യേറ്റം ചെയ്തു എന്ന പരാതിയുമായി അജ്മലിന്റെ ഉമ്മ മറിയം തിരുവമ്പാടി പോലീസിനെ സമീപിച്ചു. ഇവിടെ ഇരുന്നിട്ട് വീട്ടിന്റെ പുറത്തിരുന്നിട്ട് പ്രതിഷ്ഠിച്ചാണ്. പക്ഷെ ഞങ്ങൾ വീട്ടിന്റെ ഉള്ളിൽ കയറിയിട്ട് ഞങ്ങൾക്ക് ഒരു കാര്യമില്ല. ഈ വെള്ളമൊന്നും ഇല്ലാതെ അങ്ങോട്ട് കയറിയിട്ട് കാര്യമില്ല. ഞങ്ങളെല്ലാ കാര്യങ്ങളും നടക്കണേ വെള്ളം വേണം. ഇപ്പൊ ഇന്നലെ രാവിലെ കുളിച്ചതാ. ഇനി കുളിയില്ല, മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. ഒരു വീട് എന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് കറണ്ടാണ്. കറണ്ടും വെള്ളമാണല്ലോ ഉള്ളത്, ആവശ്യമില്ല. അത് രണ്ടും ഇല്ലാഞ്ഞാൽ നമുക്കിപ്പോൾ അങ്ങോട്ട് കയറിയിട്ട് കാര്യമില്ല. ഹോസ്പിറ്റലിൽ വന്നിട്ട് അങ്ങോട്ട് കയറിയിട്ട് അവിടെ ഫാൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ പുറത്ത് കിടക്കേണ്ടി വരുന്നത്. മരുന്നും കാര്യങ്ങളും ഫ്രിഡ്ജിൽ വെക്കണാണ്. അതൊക്കെ ഇപ്പം ഇന്നൊന്നും ഗുളിക കഴിച്ചിട്ട് തന്നെയല്ല രാവിലെ, ഗുളിക കുടിക്കാതെ ഇപ്പം നിൽക്കണേ. കൂടുതൽ വിവരങ്ങളുമായി ഗുലാം നബി ആസാദ് ചേരുന്നു. വിവരങ്ങളുമായി
ആസാദ്, നേരത്തെ അദ്ദേഹം ആശുപത്രിയിലായിരുന്നു, ഗൃഹനാഥൻ. അദ്ദേഹം തലകറങ്ങി വീഴുകയും ഉപരോധത്തിൽ അവിടെ സമരത്തിലിരുന്നപ്പോൾ തലചുറ്റി വീഴുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നല്ലോ. ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയിട്ടും വീടിനകത്തേക്ക് കയറാൻ കൂട്ടാക്കുന്നില്ല. എന്താണ് ഈ വിഷയത്തിൽ ഏറ്റവും പുതുതായി നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്? അശ്വതി, ഇവരിപ്പോഴും വീടിന്റെ മുൻവശത്ത് ഇരുന്ന് പ്രതിഷേധിക്കുകയാണ്. അവർ വീടിനകത്തേക്ക് കയറുന്നില്ല. അവർ പറയുന്നത് വീടിനകത്തേക്ക് കയറിയിട്ട് കാര്യമില്ല, വെള്ളമോ വെളിച്ചമോ ഇല്ലാതെ അത് വീടിനകത്തേക്ക് കയറിയിട്ട് എന്താണ് കാര്യം. അതുപോലെ തന്നെ അസുഖബാധിതരാണ്, ഫാനോ ഉൾപ്പെടെ ഇല്ലാത്തത് കൊണ്ട് ഈ വീടിനകത്ത് താമസിക്കുന്നത് പ്രയാസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീടിന്റെ പുറത്ത് കട്ടിലിട്ട് അതിൽ കിടന്നുകൊണ്ടും ആണ് പ്രതിഷേധിക്കുന്നത്. ഇവർ രണ്ടുപേരും ഇപ്പോൾ വീടിന്റെ മുറ്റത്ത് കോലായിൽ ഇരുന്നാണ് പ്രതിഷേധിക്കുന്നത്. കൂടെ ഇവിടെ കോൺഗ്രസ് പ്രവർത്തകരും അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് KSTB ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചുണ്ട്. റാന്തൽ വിളക്ക് കത്തിച്ചുകൊണ്ട് KSTB ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. അതിനിടെ കഴിഞ്ഞ ദിവസം ഈ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കാൻ വന്ന ദിവസം ഉദ്യോഗസ്ഥർ ഈ മറിയം എന്ന സ്ത്രീയെ വീട്ടുകാരിയെ മർദ്ദിച്ചതിന്റെ എതിരെ തിരുവമ്പാടി പോലീസ് സ്റ്റേഷനിലെത്തി മറിയം പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് പരാതി സ്വീകരിച്ചിട്ടുണ്ട്. അന്വേഷിച്ച് നടപടി സ്വീകരിക്കുമെന്നാണ് പോലീസ് ഇപ്പോൾ അവരോട് അറിയിച്ചിരിക്കുന്നത്. ആസാദ്, ഒരു കാര്യം കൂടി, ഇവരുടെ അവസ്ഥ അത് വളരെ പരിതാപകരമല്ലേ? മക്കൾ ചെയ്ത ഒരു കാര്യത്തിന് മക്കൾ രണ്ടുപേരും റിമാൻഡിലാണുള്ളത്. അതേസമയം വീട്ടിൽ ഇത്തരത്തിൽ വൈദ്യുതി പോയത് കാരണം വളരെ ഇപ്പോൾ ഞാൻ ആസാദിലേക്ക് വരാം. ഇപ്പോൾ മന്ത്രി കെ കൃഷ്ണൻകുട്ടി നമുക്കൊപ്പം ചേരുകയാണ്. മിനിസ്റ്റർ, ഈ ഒരു വിഷയം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണുമല്ലോ അല്ലേ? KSEB വൈദ്യുതി വിച്ഛേദിച്ചതിനെ തുടർന്ന് അവർ രണ്ടുപേരും ഇപ്പോഴും വീടിനകത്തേക്ക് കയറാതെ പ്രതിഷേധിക്കുകയാണ്. ആശുപത്രിയിൽ നിന്ന് വന്നതാണ് രണ്ടുപേരും. മിനിസ്റ്റർ കേൾക്കാമോ? അതെ, ഇവർ രണ്ടുപേരും ഇപ്പോഴും പ്രതിഷേധിക്കുകയാണ്. ആശുപത്രിയിൽ നിന്ന് വന്ന് വീടിന് പുറത്ത് തന്നെ നിൽക്കുകയാണ്. അകത്തേക്ക് കയറിയിട്ടില്ല. അവർക്ക് വെള്ളമില്ല, വെളിച്ചമില്ല. അതെല്ലാ സമയത്തും ആ ഇലക്ട്രിസിറ്റി കണക്ഷൻ കൊടുത്ത ശേഷം അവരെ പിടിച്ച് തല്ലാനോ ആക്രമിക്കാനും പോകാൻ പാടില്ലല്ലോ ജീവനക്കാരനെ. അതും ഉണ്ടല്ലോ, രണ്ടും ഉണ്ട് പറയാ. അതെ, എന്തായാലും ഇത് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ചെയർമാൻ കൊടുത്തിട്ടോ. ഈ ദൂരാഫ്രിക്ക പരിഹാരം ഉണ്ടാവും കേട്ടോ. മിനിസ്റ്റർ, എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ്. ഇനിയും സമയം എടുക്കുമോ? അല്ല, ഇനിയും ആക്രമിക്കില്ല എന്നുള്ളൊരു തോന്നൽ വേണ്ടേ? അതെ, അതിന് അവരെ ശിക്ഷിച്ച് അവരിപ്പോൾ റിമാൻഡിലാണല്ലോ മിനിസ്റ്റർ ഉള്ളത്. അല്ല, അവരെ ശിക്ഷിച്ചിട്ടില്ലല്ലോ, റിമാൻഡിലല്ലേ വെച്ചിട്ടുള്ളൂ. അതെ, അവരൊരു ഉറപ്പ് തരണ്ടേ ഇനിയൊരു അക്രമം ഉണ്ടാവില്ല. തീർച്ചയായും കൊടുക്കാൻ പോയാല് അതെ അതെ അക്രമം ഉണ്ടായാലോ? അപ്പൊ ഏത് രീതിയിലാണ് മിനിസ്റ്റർ ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോവുക? എങ്ങനെ ഉറപ്പ് മേടിച്ചിട്ട് പോലീസിന്റെയും ഇവരുടെയും കൂടി ഉറപ്പ് മേടിച്ചിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവർ കൊടുക്കും. വൈകുന്നേരം വളരെ വേഗത്തിൽ നടപടി ഉണ്ടാകും അല്ലേ? പ്രശ്നം പരിഹരിക്കും. ചെയർമാനെ ചുമതലപ്പെടുത്തി കേട്ടോ. ശരി, വളരെയധികം നന്ദി. വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ് നമ്മളോട് സംസാരിച്ചത്. എന്തായാലും വൈകുന്നേരത്തോടെ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും എന്നാണ് മന്ത്രി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനിയും അവർ ചെയ്തത് തെറ്റ് തന്നെയാണ് എന്നാണ് അദ്ദേഹവും ആവർത്തിച്ചത്. KSEB ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് ശരിയായില്ല, അതിലൊരു ഉറപ്പുണ്ടാകട്ടെ, ഇനിയും അത്തരത്തിലുള്ള സംഭവങ്ങളിലേക്ക് അവർ പോകില്ല എന്ന്. ഇന്ന് വൈകുന്നേരത്തോടെ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുമെന്നാണ് പറഞ്ഞത്. ആസാദ്, ഗുലാം നബി ആസാദ് തുടരുന്നുണ്ട്. ആസാദ്, വൈദ്യുതി മന്ത്രി പറഞ്ഞത് കേട്ട് കാണുമല്ലോ അല്ലേ? അപ്പോൾ അവിടെ വൈകുന്നേരത്തോടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണും, നടപടി ഉണ്ടാകുമെന്നാണ് മന്ത്രി പറഞ്ഞത്. ഈ അവിടെയുള്ള അവരുടെ അവസ്ഥ വളരെ പരിതാപകരമല്ലേ? പ്രായമായവരാണ് രണ്ടുപേരും. തീർച്ചയായും പ്രായം ചെന്നവരാണ് ഇവർ രണ്ടുപേരും. അതുപോലെ തന്നെ ഈ ഹൃദ്രോഗം ഉൾപ്പെടെയുള്ള അസുഖങ്ങൾ ബാധിച്ച് കിടക്കുന്നവരാണ്. ഈ റസാഖ് എന്ന് പറയുന്നത് ഇവിടെ അജ്മലിന്റെ പിതാവ്. അവരുടെ മരുന്നുകളും കാര്യങ്ങളൊക്കെ ഈ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് ഈ വീട്ടില് മരുന്ന് സൂക്ഷിക്കാൻ കഴിയാത്ത പ്രയാസമുണ്ട്, വെള്ളമില്ലാത്ത പ്രയാസമുണ്ട്. അവർക്ക് പ്രായം ചെന്നവരായത് കൊണ്ട് തന്നെ വെള്ളം കോരിയെടുത്തൊന്നും ഉപയോഗിക്കാൻ കഴിയാത്ത പ്രയാസങ്ങളുണ്ട് എന്നാണ് അവരിപ്പോ പറയുന്നത്. അതുപോലെ തന്നെ ഔദ്യോഗികമായിട്ട് ഈ മാധ്യമങ്ങളിൽ ഇത്തരം വാർത്തകൾ വരുന്നുണ്ടെങ്കിലും മന്ത്രി കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ പറയുന്നുണ്ടെന്ന് വാർത്തകൾ വരുന്നുണ്ടെങ്കിലും ഔദ്യോഗികമായിട്ട് ഇവർക്ക് യാതൊരു നിർദ്ദേശവും ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് വീട്ടുകാർ ഇപ്പോഴും പറയുന്നത്. അതുപോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകരും ഇവരും ഇപ്പോഴും ഇവിടെ പ്രതിഷേധിച്ച് തുടരുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ശരി, ആസാദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അവർ പുറത്തു തന്നെ നിൽക്കുകയാണ്, വീടിനകത്തേക്ക് കയറിയിട്ടില്ല. വൈകുന്നേരത്തോടെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകുമെന്നാണ് മന്ത്രി ഇപ്പോൾ ന്യൂസ് 18നോട് പറഞ്ഞത്.
ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് സ്വാഗതം ചെയ്ത WCC 2019 മുതൽ 2024 വരെ നീണ്ട നിരാശാജനകമായ നിശബ്ദത ഭേദിക്കുന്ന ഈ ഉത്തരവ് പ്രതീക്ഷ നൽകുന്നുവെന്നും WCC പറഞ്ഞു. വർഷങ്ങളായി മുന്നോട്ടുവച്ച ചില ചോദ്യങ്ങൾ വീണ്ടും ചോദിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അവർ പറഞ്ഞു. കണ്ടെത്തലുകൾ പുറത്തുവിടാതെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാമെന്ന വാദം സിസ്റ്റത്തെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. നിലനിൽക്കുന്ന അനീതികളെ പൊളിച്ചെഴുതി കൂടുതൽ ലിംഗസമത്വമുള്ള തൊഴിലിടങ്ങൾ ഉണ്ടാകട്ടെയെന്നും അതിജീവിതർക്ക് നീതി ലഭിക്കുമെന്നും ഭാവിയിലെങ്കിലും നിർഭയരായി വിവേചനവും വേർതിരിവും ചൂഷണങ്ങളുമില്ലാത്ത തൊഴിലിടങ്ങളിലേക്ക് തിരിച്ചുപോകാൻ സാധിക്കുമെന്നും പ്രത്യാശിക്കുന്നതായും WCC പറഞ്ഞു. തിരുവനന്തപുരം തുമ്പയിൽ ബോംബേറ് 2 പേർക്ക് പരിക്കേറ്റു. തുമ്പ നെഹ്റു ജംഗ്ഷൻ സ്വദേശികളായ അഖിൽ, വിവേക് എന്നിവർക്കാണ് പരിക്കേറ്റത്. 2 ബൈക്കുകളിലെത്തിയ 4 സംഘമാണ് നാടൻ ബോംബെറിഞ്ഞത്. VV വിനോദ് ചേരുന്നു വിവരങ്ങളുമായി. വിനോദ്, എന്താണ് സംഭവിച്ചത്? അശ്വതി, അഖിൽ, വിവേക് എന്നീ 2 പേർക്കാണ് ഈ ബോംബേറിൽ ഗുരുതരമായി പരിക്കേറ്റത്. ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അഖില് നേരത്തെ കാപ്പ കേസിൽ ജയിലിലായിരുന്നു. ഇരുവരും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ്. ഈ ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണ് അക്രമത്തിലേക്ക് കലാശിച്ചതെന്ന് പോലീസ് കരുതുന്നു. 2 ബൈക്കുകളിലായാണ് അക്രമി സംഘം എത്തിയത്. തുടർന്ന് ഈ 2 പേർക്കും നേരെ അക്രമം നടത്തുകയായിരുന്നു. നാടൻ ബോംബുകളാണ് ഇരുവർക്കും നേരെ വലിച്ചെറിഞ്ഞത്. തുടർന്ന് ഈ സംഘം അവിടെ നിന്ന് കടന്നു കളയുകയും ചെയ്തു. തുമ്പ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വലിയ ഉഗ്ര സ്ഫോടനത്തോടു കൂടിയാണ് അവിടെ ഈ ബോംബ് ആക്രമണം നടന്നത്. 2 പേരെയും പിന്നീട് നാട്ടുകാർ ഉൾപ്പെടെ ചേർന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഗുണ്ടാ കുടിപ്പകയാണ് ഇത്തരമൊരു ആക്രമണത്തിന് പിന്നിലെന്ന വിവരമാണ് പോലീസ് നൽകുന്നത്. അശ്വതി, വിനോദ്, ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? വിനോദ് പറഞ്ഞതുപോലെ ആണെങ്കിൽ പെട്ടെന്നുണ്ടായ ഒരു സംഭവമാണ്, അതിന്റെ ഒരു ആഘാതം ഉണ്ടാകും. എന്താണ് നാട്ടുകാർ പറയുന്നത്? ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ തന്നെയാണ് ആക്രമിക്കപ്പെട്ടവരും ഈ ബൈക്കുകളിൽ എത്തിയവരും തമ്മിൽ നേരത്തെ തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇവർക്കിടയിലെ കുടിപ്പക ഇങ്ങനെ ഒരു ആക്രമണത്തിൽ കലാശിച്ചു എന്നതാണ്. നേരത്തെ തന്നെ ഇവിടെ ഈ ലഹരി സംഘങ്ങളുടെ സാന്നിധ്യമുണ്ട്. തുമ്പ കേന്ദ്രീകരിച്ച് നേരത്തെ പോലീസിന്റെ പരിശോധനകൾ നടത്തുകയും അവിടെ പരസ്യമായി തന്നെ ഒരു യുവാവിനെ കൊണ്ട് മാപ്പ് പറയിക്കുന്ന ദൃശ്യങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. വിളിച്ചു വരുത്തിയായിരുന്നു അവിടെ യുവാവിനെ ആൾക്കൂട്ടം ചേർന്ന് തന്നെ ആ തരത്തിലുള്ള ഒരു വിചാരണ എന്ന നിലയ്ക്ക് നടത്തിയത്. ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. നിരന്തരം ഈ സംഘർഷം ഉണ്ടാകുന്ന ഒരു പ്രദേശം. അവിടെ ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയും ഏറ്റുമുട്ടലുകളും പലപ്പോഴും നടക്കുന്നതാണ്. ആ ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴും എന്ന ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. 2 ബൈക്കുകളിലാണ് 4 പേര് എത്തിയത്. എന്നിട്ട് ഇവർ നാടൻ ബോംബുകൾ വലിച്ചെറിയുകയായിരുന്നു. 2 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇവർ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ്. ശരി വിനോദ്, ഈ കൊച്ചിയിൽ ഇത്തരത്തിൽ ഗുണ്ടാ സംഘങ്ങളുടെ വലിയൊരു വിളയാട്ടം നടക്കുന്നു. അതും പോലീസിന്റെ മൂക്കിന് താഴെ എന്ന രീതിയിലുള്ള പരമ്പരകളടക്കം നമ്മളടക്കം ന്യൂസ് 8 ചെയ്തതാണ്. ഇപ്പോൾ ഈ തിരുവനന്തപുരത്തും പട്ടാപ്പകലും സാധാരണ ജനങ്ങൾക്ക് രക്ഷയില്ലെന്നാണോ? തീർച്ചയായും ഈ ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടം, അത് ഗുണ്ടകളെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടിയുള്ള പോലീസിന്റെ നടപടികൾ, അത് കഴിഞ്ഞ കുറെ കാലങ്ങളായി നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്തെ ഗുണ്ടാക്രമണങ്ങൾ, കൊച്ചിയിൽ അതുപോലെ തന്നെ ഗുണ്ടാ സംഘങ്ങൾ ഏറ്റുമുട്ടുന്ന സാഹചര്യം, അവരുടെ ഫോൺ സംഭാഷണങ്ങൾ പുറത്തു വന്ന വിവരം, അതോടൊപ്പം തന്നെ കൊട്ടേഷൻ നൽകുന്ന സാഹചര്യം. ഈ ഒരു സാഹചര്യത്തിൽ ഓപ്പറേഷൻ ആഗ് പോലുള്ള പദ്ധതികൾ വീണ്ടും പോലീസ് വളരെ സജീവമാക്കുകയും നിരവധി അറസ്റ്റുകളും കാപ്പ പോലുള്ള നടപടികൾ ചുമത്തുകയും കരുതൽ തടങ്കലുകൾ ഒക്കെയും ചെയ്യുന്ന പോലീസിന്റെ നടപടികൾ സജീവമായി. ഇതിനിടയിലും ഇത്തരത്തിൽ വിളയാട്ടം, ഗുണ്ടകളുടെ ആക്രമണം നടക്കുന്നു എന്നത് തന്നെയാണ് വീണ്ടും ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കുന്നത്. ഇത് 2 സംഘങ്ങളാണ്. സാധാരണ നിലയിൽ ഉള്ള അക്രമം എന്നതിനപ്പുറത്തേക്ക് കുടിപ്പകയുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ആക്രമണങ്ങൾ, ബോംബ്, ഇവർ കൃത്യമായി ഇവിടെ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് എത്തിയത്. 4 പേരാണ് 2 ബൈക്കുകളിലായി എത്തിയത്. നേരത്തെയും ഇവരുടെ സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന വിവരമാണ്. പ്രത്യേകിച്ച് ഈ ലഹരി സംഘങ്ങളുടെ സാന്നിധ്യം തുമ്പയിൽ നേരത്തെ തന്നെ ഉണ്ട് എന്ന വിവരവും ആ തരത്തിലുള്ള പരിശോധനകളും റെയ്ഡുകളും വലിയ തോതിൽ കഞ്ചാവ് ഉൾപ്പെടെ പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും അക്രമ സംഭവങ്ങൾ നടക്കുന്ന ഒരു കേന്ദ്രം എന്ന നിലയ്ക്ക് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഗുണ്ടാ കുടിപ്പകയുടെ പേരിൽ നടന്ന അക്രമം. ആ ഒരു അക്രമത്തിൽ പ്രതികളെ
പിടികൂടുന്നതിന് വേണ്ടിയുള്ള പോലീസ് നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതാണ് വിനോദ്, വലിയ ആശങ്കയുണ്ടാക്കുന്ന വാർത്തയാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം തുമ്പയിലാണ് ബോംബേർ ഉണ്ടായിരിക്കുന്നത്. 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പട്ടാപ്പകലാണ് ഈ സംഭവം എന്നുള്ളതും ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇതിനു മുൻപ് വിനോദ്, നമ്മൾ ഈ കരമനയിലെ ആ കൊലപാതകം അതും പകൽ സമയത്തായിരുന്നു, നമ്മളെ നടുക്കിയ ഒരു വാർത്തയായിരുന്നു അത്. അതിന് ശേഷവും ഈ ഗുണ്ട ആക്ട് ഒന്നും കൃത്യമായി നടപ്പിലാകുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. പോലീസിന്റെ നടപടികളുണ്ട്. ഈ കരമന സംഭവത്തിന് മുൻപ് തന്നെ കരമന സംഭവം കൊച്ചിയിലെ ഗുണ്ടാവിളയാട്ടത്തിന് പിന്നാലെ പോലീസിന്റെ നടപടികൾ ശക്തമാക്കുന്ന ഘട്ടത്തിലാണ് കരമനയിലെ കൊലപാതകം ഉണ്ടായത്. അതും ഈ തരത്തിലുള്ള കുടിപ്പകയുടെ ബാറിൽ വെച്ചുണ്ടായ ഒരു തർക്കത്തിന്റെ പേരിൽ നടന്ന കൊലപാതകമായിരുന്നു. കരുതിക്കൂട്ടി അവിടെ എത്തുകയും യുവാവിനെ കൊലപ്പെടുത്തുകയുമായിരുന്നു. ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇവർക്ക് നേരെയുള്ള അക്രമവും നടന്നിരിക്കുന്നത്. ഈ ആക്രമിക്കപ്പെട്ടവരും നേരത്തെ ചില അക്രമ സംഭവങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന വിവരം. നേരത്തെ തന്നെയുള്ള വൈരാഗ്യത്തിന്റെ പേരിലുള്ള ആക്രമണം, പോലീസിന്റെ പരിശോധനകൾ നടക്കുമ്പോൾ തന്നെ ഇത്തരത്തിൽ ബോംബുമായി എത്തുകയും ആക്രമിക്കുകയും ചെയ്യുന്നു. മണ്ണന്തലയിൽ ബോംബ് നിർമ്മാണത്തിനിടെയാണ് ഒരു ഗുണ്ടാ സംഘത്തിലെ യുവാവിന്റെ 2 കൈപ്പത്തികളും അറ്റുപോയത്. അത് ആഴ്ചകൾക്ക് മുൻപായിരുന്നു. ഇത്തരത്തിൽ ബോംബുമായി എത്തി എതിരാളികളെ ആക്രമിക്കുന്ന നിലയിലേക്ക് തിരുവനന്തപുരത്ത് ഗുണ്ടാ സംഘങ്ങൾ പ്രവർത്തിക്കുന്നു എന്നത് തുടർച്ചയായുള്ള സംഭവങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നു. ശരി വിനോദ്, എന്തായാലും തിരുവനന്തപുരം തുമ്പയിലാണ് ബോംബേർ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നതിന്റെ ദൃശ്യങ്ങളാണ്. 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഗുണ്ടാ സംഘങ്ങൾ തമ്മിൽ നാടൻ ബോംബ് എറിയുകയായിരുന്നു. 2 ബൈക്കുകളിലെത്തിയ 4 അംഗ സംഘമാണ് നാടൻ ബോംബ് എറിഞ്ഞത്. വി വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മാന്നാറിലെ കലയുടെ കൊലപാതകത്തിൽ ഒരു നിർണായക വെളിപ്പെടുത്തൽ വരുന്നു. കലയുടെ മൃതദേഹം കണ്ടു എന്ന അയൽവാസിയുടെ നിർണായക വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 70-കാരനായ സോമനാണ് പോലീസിന് മൊഴി നൽകിയത്. കല കൊല്ലപ്പെട്ട ദിവസം പുലർച്ചെ തന്നെ മൃതദേഹം മറവ് ചെയ്യാൻ പ്രതികൾ സഹായം അഭ്യർത്ഥിച്ചു എന്നും വാഹനത്തിൽ കലയുടെ മൃതദേഹം കണ്ടു എന്നുമാണ് വെളിപ്പെടുത്തൽ. ഞാൻ ചെന്ന് കാണുന്നു തന്നെ ഈ കലയെന്ന് പറഞ്ഞാൽ പുറകിടത്തെ സീറ്റിൽ ഇങ്ങനെ ഇരുത്തിയേക്കാം. അപ്പോൾ ഷാളൊക്കെ നമ്മൾ സാധാരണ ഇട്ടേക്കുന്ന പോലെ ഷാൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടിക്കകത്ത് കോട്ടുണ്ട്, പിന്നെ മമ്മട്ടിയുണ്ട്, പിന്നെ പിക്കാസ് ഉണ്ട്, പിന്നെ കയറുണ്ട്, ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഈ വണ്ടി നമ്മൾ ചവിട്ടുന്ന ഭാഗത്ത് ഇട്ടിട്ടുണ്ട് പുറകിൽ. അപ്പം ഇതിന് വണ്ടി ഓടിക്കുന്ന പ്രമോദ്, അതിനപ്പുറത്ത് ഇരിക്കുന്ന അനിൽ, ഈ 1-ാം പ്രതി അനിൽ, ഫ്രണ്ടിൽ 1-ാം പ്രതി. അപ്പോൾ അവർ 2 പേര് കണ്ടു. അപ്പോൾ ഈ കലയുടെ ഇപ്പുറത്തായിട്ട് ഈ ജിനു ഇരിപ്പുണ്ടായിരുന്നു. അതിന് ഇരിക്കുക. ഒരാള് വെളി നിൽക്കുക. ഈ ആളിന് പണ്ടത്തെ ലൈറ്റ് വെട്ടമെന്ന് പറഞ്ഞാൽ ചെറിയ ബൾബുകളല്ലേ ഇടുന്നു. ഇപ്പോഴല്ലേ ഇത് LED ഒന്നുമില്ലല്ലോ. ആ ബൾബിന്റെ പ്രകാശം എനിക്ക് കാണാൻ വയ്യായിരുന്നു. ഞാൻ ഈ കാറിന്റെ തെക്കേ വശം നിൽക്കുന്നു, ഈ ആള് കാറിന്റെ വടക്കേ വശം നിൽക്കുക. അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. ഇത്രയും ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മളങ്ങ് അപ്സെറ്റായി. ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, ഈ കേസിൽ ഈ വെളിപ്പെടുത്തൽ എത്രത്തോളം നിർണായകമാകും? അന്ന് ഈ കലയുടെ മൃതദേഹം കണ്ടു എന്നാണ് ഇപ്പോൾ ഇദ്ദേഹം മൊഴി നൽകിയിരിക്കുന്നത്. അശ്വതി, ഈ കേസിലൊരു നിർണായക മൊഴിയാണ്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതികളായ ആളുകൾ പോലീസിന് വിവരം നൽകിയതിനപ്പുറത്തേക്ക് പുറത്തുനിന്നുള്ള ഇത്ര ശക്തമായ മൊഴികൾ ലഭ്യമായിട്ടില്ല. പക്ഷേ ഇപ്പോൾ അയൽവാസി കൂടിയായ, അതായത് ഈ അനിൽകുമാറിന്റെ അയൽവാസി കൂടിയായ സോമൻ എന്ന 70-കാരനാണ് ഈ നിർണായക മൊഴി പോലീസിനടക്കം നൽകിയിട്ടുള്ളത്. അദ്ദേഹം മാധ്യമങ്ങളോട് താൻ ഈ കൊലപാതക ശേഷം കലയുടെ മൃതദേഹം കണ്ടു എന്നുള്ള വിവരം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം, ഈ കേസിലെ മുഖ്യ സാക്ഷിയും പരാതിക്കാരൻ എന്ന് പറയുന്ന സുരേഷ്, ആ സുരേഷ് എന്നയാൾക്ക് ഈ കൊലപാതകത്തിന്റെ മറവ് ചെയ്യലടക്കം ഇത് മറച്ചു വെക്കുന്നതിൽ പങ്കുണ്ട് എന്നുള്ള ആരോപണവും ഇവർ ഉന്നയിക്കുന്നുണ്ട്. മുരളീധരൻ എന്ന മറ്റൊരു വ്യക്തിയും ഇക്കാര്യങ്ങൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അതായത് ഈ കല കൊല്ലപ്പെട്ടെന്ന വിവരവും മറവ് ചെയ്ത വിവരവും അടക്കം തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിൽ സുരേഷ് കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് പരാതിക്കാരൻ തന്നെ പ്രതിസ്ഥാനത്തേക്ക് വരുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ മൊഴി പ്രകാരം, അതായത് ഇദ്ദേഹത്തിന് അവിടെ ഒരു കടയുണ്ട്. ആ കടയില് പുലർച്ചയോടുകൂടിയാണ് പാലെത്തുന്നത്. ആ പാലെടുത്ത് വെക്കുന്നതിന് വേണ്ടി നിന്നപ്പോഴാണ് ഇവർ എത്തിയത് എന്നുള്ളതാണ്. അത് മാത്രമല്ല, മറവ് ചെയ്യാനുള്ള സഹായം ലഭ്യമാക്കണമെന്നുള്ള രീതിയിൽ ഇവരോട് പറഞ്ഞിരുന്നു. ഈ വാഹനത്തിന്റെ പിൻസീറ്റിലാണ് കലയുടെ മൃതദേഹം ഉണ്ടായിരുന്നത്. കലയ്ക്കൊപ്പം, ആ മൃതദേഹത്തിനൊപ്പം ജിനു എന്ന കേസിലെ 2-ാം പ്രതി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഡ്രൈവിംഗ് സീറ്റിൽ ഉണ്ടായിരുന്നത് കേസിലെ 4-ാം പ്രതിയായ പ്രമോദും, ഒപ്പം തന്നെ ഡ്രൈവിംഗ് സീറ്റിന്റെ ഇടതുവശത്തായിട്ട് ഈ കലയുടെ ഭർത്താവും കലയെ കൊലപ്പെടുത്തിയെന്ന് പോലീസ് കരുതുകയും ചെയ്യുന്ന അനിൽകുമാറും ഉണ്ടായിരുന്നു എന്നുള്ള നിർണായക വിവരങ്ങളാണ് അദ്ദേഹം പുറത്തു പറയുന്നത്.
ഒപ്പം ഈ വാഹനത്തിനകത്ത് കലയെ മറവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾക്കായുള്ള മമ്മട്ടിയും ഒപ്പം തന്നെ അത്തരത്തിലുള്ള കയറും ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും ഒക്കെ അദ്ദേഹം ഇപ്പോൾ പറയുന്നുണ്ട്. അതായത് ജീവഭയം, അതായത് പ്രതികൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ്, അതുകൊണ്ട് തന്നെ ഭയന്നിട്ടാണ് ഇത്രയും കാലം ഈ വിവരങ്ങൾ പുറത്തു പറയാതിരുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ കാര്യങ്ങൾ അന്വേഷണ സംഘം പുറത്തു കൊണ്ടുവരുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ അയൽവാസി കൂടിയായ സോമന്റെ നിർണായകമായൊരു വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. മാത്രമല്ല, ഒരു വെള്ള മാരുതി കാറിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പോലീസിന്റെ കണ്ടെത്തലും അങ്ങനെയാണ്. മാരുതി കാറിൽ കലയുടെ മൃതദേഹം കൊണ്ടുവന്നിരുന്നു. അനിലുമായി കല സഞ്ചരിച്ചത് മാരുതി കാറിലായിരുന്നു എന്നുള്ളതാണ് പോലീസിന്റെയും നിഗമനം. അതിനെ പിന്തുണയ്ക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ സോമൻ കാര്യങ്ങൾ പറയുന്നത്. വെള്ള മാരുതി കാറിലാണ് താനും മൃതദേഹം കണ്ടതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റ് ചില വ്യക്തികൾ അവിടെ നിന്ന് പറയുന്നത് ഈ മൃതദേഹം ആദ്യം ഒരു തൊട്ടടുത്തുള്ള ഒരു മീൻകുളത്തിൽ, അതായത് ഒരു കമ്പനിയുടെ മീൻകുളത്തിൽ തള്ളാനുള്ള പദ്ധതി ഉണ്ടായിരുന്നു. പക്ഷെ മറവ് ചെയ്തത് എവിടെയാണെന്ന് സംബന്ധിച്ച് കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ 70-കാരനായ സോമനും വ്യക്തമാക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ആളുകൾക്ക്, നാട്ടുകാർക്കും ഈ വിവരങ്ങൾ അറിയാമെന്ന് അന്വേഷണ സംഘവും സ്ഥിരീകരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രതികളുടെ ഒക്കെ ഒരു ക്രിമിനൽ പശ്ചാത്തലവും കാര്യങ്ങളും ഒക്കെ കണക്കിലെടുത്താണ് ഈ കാര്യങ്ങൾ ആളുകൾ പറയാൻ ഭയക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, പക്ഷേ ഈ കേസിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 4-ാം പ്രതിയായ പ്രമോദിന്റെ ഭാര്യ അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തൊരു ഗാർഹിക പീഡന പരാതിയിൽ ചോദ്യം ചെയ്യലിലാണ് ഈ കലയെ കൊലപ്പെടുത്തിയതുപോലെ തന്നെയും ഈ പ്രമോദിന്റെ ഭാര്യയെയും കൊലപ്പെടുത്തുമെന്നുള്ള രീതിയിൽ പ്രമോദ ഭാര്യയെ ഭീഷണിപ്പെടുത്തിയിരുന്നു. തുടർന്നാണ് ഇക്കാര്യങ്ങൾ ഈ ഗാർഹിക പീഡന പരാതിയുമായി ബന്ധപ്പെട്ട് അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ ഈ 4-ാം പ്രതിയായ പ്രമോദിന്റെ ഭാര്യ മൊഴി നൽകുന്നതിനിടയിൽ ഇക്കാര്യം കൂടി പറയുന്നത്. പിന്നീട് ജില്ലാ പോലീസ് മേധാവിക്ക് ഒരു കത്ത് കൂടി ലഭ്യമാകുന്നതോടെയാണ് ഈ അന്വേഷണത്തിലേക്ക് കണക്ട് ചെയ്ത പോലീസ് എത്തുന്നത് തന്നെ. എന്തായാലും അത്തരം കാര്യങ്ങൾ ഇപ്പോൾ സാധൂകരിക്കുന്ന രീതിയിൽ തന്നെയാണ് നിർണായകമായ അയൽവാസിയായ സോമന്റെ മൊഴി ഇപ്പോൾ ലഭ്യമായിട്ടുള്ള. അദ്ദേഹം അത് മാധ്യമങ്ങളോടും തുറന്നു പറഞ്ഞിരിക്കുകയാണ്. പിറ്റേ ദിവസം ഈ മാരുതി കാറ് അവരുടെ വീട്ടിലിട്ട് കഴുകുന്നതടക്കം കണ്ടിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ശരണ്യ, ഈ ഘട്ടത്തിൽ ഈ സോമൻ പറയുന്നത് കണക്കിലെടുക്കുകയാണെങ്കിൽ ഈ കലയുടെ മകൻ പറഞ്ഞ ഒരു മൊഴി ഉണ്ടായിരുന്നു. അമ്മ മരിച്ചിട്ടില്ല, അമ്മയെ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ കൊണ്ടു നിർത്തും എന്ന് പറഞ്ഞ ഒരു മൊഴി ഉണ്ടായിരുന്നു. അതും കല മരിച്ചിട്ടില്ല എന്നൊരു കാര്യം, ഒരു വാദം ഉന്നയിച്ചിരുന്നു സ്വന്തം മകൻ. അത് തള്ളിക്കൊണ്ടുള്ള പൂർണ്ണമായും മൃതദേഹം കണ്ടു അന്ന് എന്ന് പറയുമ്പോൾ അത് വളരെ നിർണായകമല്ലേ ആ വിഷയത്തിൽ ഈ സോമന്റെ മൊഴി? തീർച്ചയായിട്ടും ഇതിനകത്ത് മൊഴി നൽകിയ ആളുകളൊക്കെ തന്നെയും ഇവരുടെ ബന്ധുക്കളായിരുന്നു എന്നുള്ളതാണ്. ആ ബന്ധുക്കളിൽ നിന്ന് പുറത്തു നിന്നുള്ള ഒരാൾ മൊഴി നൽകുന്നു എന്നുള്ളതാണ്. അത് മൃതദേഹം കണ്ടു എന്നുള്ളത് ഉള്ള ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് അദ്ദേഹം നടത്തുന്നത്. അത്തരത്തിൽ ശക്തമായ ആ കേസിന്റെ നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് ഇതെന്ന് നമുക്ക് പറയാനാകും. ആ മൃതദേഹം കണ്ടു എന്ന് സ്ഥിരീകരിക്കുമ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കലയുമായി ബന്ധമുണ്ടായിരുന്നത് ആലപ്പുഴ മാന്നാറിനടുത്ത് തന്നെയുള്ള കുട്ടമ്പേരൂർ സ്വദേശിക്കാണ് എന്നുള്ളത് കലയുടെ വീട്ടുകാർക്ക് അടക്കം അറിയാമായിരുന്നു. എന്നിട്ടും ഈ കേസ് പുറത്തു വന്ന ഘട്ടത്തിൽ പോലും കലയുടെ കലയുടെ സഹോദരന്റെ ഭാര്യ അടക്കം പറഞ്ഞത് കല പാലക്കാട് സ്വദേശിയായ ആൾക്കൊപ്പം പോയി എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഈ കുട്ടമ്പേരൂർ സ്വദേശിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതായത് കുട്ടമ്പേരൂർ സ്വദേശിനെ ഈ കലയുമായുള്ള ബന്ധത്തെ തുടർന്ന് ഈ ബന്ധുക്കൾ പ്രമോദ് അടക്കമുള്ള ആളുകൾ മർദ്ദിക്കുക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായി കുടുംബത്തിന് അറിയാമായിരുന്നിട്ടും എന്തുകൊണ്ടാണ് പാലക്കാടേക്ക് കല പോയി എന്നുള്ള കാര്യങ്ങൾ അവർ ഈ അവസാന ഘട്ടം വരെയും അങ്ങനെ തന്നെ പറയുന്ന ഒരു സാഹചര്യം, അതായത് കല പോയ ആൾ ഒരു പാലക്കാട് സ്വദേശിയാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം, ഇതൊക്കെ പോലീസ് സംശയത്തോടു കൂടി നോക്കുന്നുണ്ട്. മാത്രമല്ല കലയുടെ അടുത്ത ബന്ധുക്കൾക്കും, അതായത് സഹോദരൻ ഉൾപ്പെടെയുള്ളവർക്കും അനിൽകുമാറുമായി നിരന്തരം ബന്ധമുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളും ഒക്കെ സംശയം. അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ മൊഴി പോലീസ് രേഖപ്പെടുത്തുന്നുണ്ട്. ഈ കേസിൽ ഇപ്പോഴും ഇത്രയധികം ആളുകൾ ഈ കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യം പറഞ്ഞിട്ടും കലയുടെ സഹോദരൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ആ ഒരു സ്ഥിരീകരണത്തിലേക്ക് അവർ എത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ മൃതദേഹം എവിടെ മറവ് ചെയ്തു, എങ്ങനെ മറവ് ചെയ്തു എന്നതിനപ്പുറത്തേക്ക് കല കൊല്ലപ്പെട്ടു എന്നുള്ളതിന് കൂടുതൽ സ്ഥിരീകരണം വന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യപ്രതിയായ അനിൽകുമാർ, അതായത് ഈ കേസിലെ 1-ാം പ്രതിയും കലയുടെ ഭർത്താവുമായ അനിൽകുമാറിനെ നാട്ടിലെത്തിച്ചാൽ മാത്രമേ ഇത് സംബന്ധിച്ച് കൃത്യമായി പോലീസിന് മറ്റ് തെളിവെടുപ്പ് കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയൂ. അന്വേഷണ സംഘം ഈ കാറോ അല്ലെങ്കിൽ കാറിന്റെ ഉടമയോ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തിരച്ചിലാണ്. എന്തായാലും പോലീസ് വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഈ കേസിനെ നോക്കിക്കാണുന്നത്. ശരി, ശരണ്യ സ്നേഹജനാണ് വിശദവിവരങ്ങൾ നൽകിയത്.
ജമ്മു കാശ്മീരിലെ കുൽഗാമിൽ 2 വ്യത്യസ്തയിടങ്ങളിലുണ്ടായ ഏറ്റുമുട്ടലിൽ 6 ഭീകരരെ വധിച്ച സുരക്ഷാസേന. ഭീകരരെ തുരത്തുന്നതിനിടെ 2 സൈനികർ വീരമൃത്യു വരിച്ചു. ലാൻസ് നായിക് പ്രദീപ് കുമാർ, പ്രവീൺ പ്രഭാകർ എന്നിവരാണ് വീരമൃത്യു വരിച്ചത്. കുൽഗാമിലെ ചാനിഗാമിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ്. രജൌരിയിൽ സൈനിക ക്യാമ്പിന് നേരെ ആക്രമണമുണ്ടായി. ER രാകേഷ് ചേരുന്നു നാഷണൽ ഡെസ്കിൽ നിന്നും. ER, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണോ? അശ്വതി, ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുന്നു. അതായത് കുൽഗാമിൽ 2 ഇടങ്ങളിലും കൂടാതെ രജൌരിയിൽ സൈനിക ക്യാമ്പിന് നേരെയുമാണ് ആക്രമണം ഉണ്ടായത്. ഇതിൽ ഇന്നലെ ഉച്ചയോടുകൂടി ആദ്യം ആക്രമണം ഉണ്ടായത് മുഡർഗാമിലാണ്. അവിടെ ഏറ്റുമുട്ടൽ അവസാനിച്ചു. പക്ഷേ ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടർന്ന് ചനിഗാം മേഖലയിലാണ് ഏറ്റുമുട്ടൽ തുടരുന്നത്. ഏതായാലും നിലവിൽ 6 ഭീകരരെ വധിച്ചു എന്നാണ് ഇപ്പോൾ സൈന്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇവരെ തുരത്തുന്നിടയിൽ 2 സൈനികർ വീരമൃത്യു വരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഔദ്യോഗികമായി തന്നെ സൈനിക വൃത്തങ്ങൾ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഈ ചാനിഗാമിൽ ഇപ്പോൾ ഏറ്റുമുട്ടൽ നടക്കുന്ന ഈ പ്രദേശത്ത് 4 ഭീകരരെ കൊലപ്പെടുത്തി. ഒപ്പം തന്നെ മറ്റിടത്ത്, അതായത് മുഡർഗാം മേഖലയിലും സമാനമായ രീതിയിൽ 2 ഭീകരരെ കൊലപ്പെടുത്തി എന്നാണ് ഇപ്പോൾ സൈന്യം ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്. ഇതിൽ മുഡർഗാം മേഖലയിൽ ഉണ്ടായ ഏറ്റുമുട്ടലിലാണ് ലാൻസ് നായിക് പ്രദീപ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതേസമയം തന്നെ ചാനിഗാമിലുണ്ടായ ഏറ്റുമുട്ടലിലാണ് ഹവീൽദാർ പ്രദീപ് കുമാർ വീരമൃത്യു വരിച്ച് എന്നുകൂടി ഇപ്പോൾ സൈന്യം വിശദീകരിച്ചിരിക്കുകയാണ്. ഏതായാലും ജമ്മു കശ്മീർ DGP തന്നെ ഇപ്പോൾ വിശദീകരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുന്നു. പ്രത്യേകിച്ച് പ്രാദേശിക തലത്തിനടക്കം ഇവർക്ക് പിന്തുണ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ 6 പേരെ വകവരുത്താൻ കഴിഞ്ഞത് സുരക്ഷാ സേനയെ സംബന്ധിച്ച് വലിയ നേട്ടമാണ് എന്നാണ് ഇപ്പോൾ അദ്ദേഹം വിശദീകരിച്ചിരിക്കുന്നത്. ഏതായാലും ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുന്നു എന്ന വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. കൂടുതലായി സുരക്ഷാ സേന അവിടേക്ക് എത്തുന്നുമുണ്ട്. കാരണം ഇതൊരു വനപ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ചിലയിടങ്ങളിൽ ഒളിച്ചിരിക്കുന്നതായുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ വീടുകളിൽ മറ്റും ഒളിച്ചിരിക്കുന്ന സംശയമൊക്കെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ തിരച്ചിൽ തുടരുന്നുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ജമ്മു കശ്മീർ DGPയും വിശദീകരിച്ചിരിക്കുന്നത്. മറ്റൊരു ആക്രമണം ഉണ്ടായത് രജൌരിയിലാണ്. അവിടെ സൈനിക ക്യാമ്പിന് നേരെ ഇന്ന് രാവിലെയാണ് ആക്രമണം നടക്കുന്നത്. ഈ ക്യാമ്പിന് സുരക്ഷ നിന്നിരുന്ന അല്ലെങ്കിൽ കവാടത്തിൽ കാവൽ നിൽക്കുകയായിരുന്ന സൈനികന് നേരെയായിരുന്നു ആക്രമണം. ഇതിനുശേഷം ഈ ഭീകരർ രക്ഷപ്പെടുകയും ചെയ്തു. ആ പ്രദേശത്തും ഇപ്പോൾ സുരക്ഷാ സേനയുടെ നേതൃത്വത്തിൽ തെരച്ചിൽ പുരോഗമിച്ചു വരികയാണ്. അശ്വതി, ശരി. എന്തായാലും ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണ്. 6 ഭീകരരെ വധിക്കാനായി 2 സൈനികർക്കാണ് ജീവൻ നഷ്ടമായത്, വീരമൃത്യു വരിച്ചത്. ER, ഒന്ന് തുടരണം. BSP തമിഴ്നാട് അധ്യക്ഷൻ K. ആംസ്ട്രോങ്ങിന്റെ കൊലപാതകത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് പാർട്ടി അധ്യക്ഷ മായാവതി. ചെന്നൈയിലെത്തിയ മായാവതി ആംസ്ട്രോങ്ങിന് ആദരാഞ്ജലി അർപ്പിച്ചു. हम स्टेट गवर्नमेंट से ये चाहेंगे कि आप हमारे जो स्टेट के प्रेसिडेंट रहे हैं वो नहीं हमारे बीच में रहे, तो आप न्याय नहीं देना चाहते हैं तो हम चाहेंगे कि ये मामला CBI को रेफर किया जाए, ताकि जो असली अपराधी हैं तो उनका असली चेहरा सामने आ जाए, ये मालूम पड़ जाए कि इसके पीछे हाथ किसका है। क्योंकि हमें कोई, हमारी पार्टी को कोई उम्मीद नहीं है यहाँ की स्टेट गवर्नमेंट हमें न्याय दे देगी। इसलिए स्टेट गवर्नमेंट ये चाहती है कि हमारे आदमी को न्याय मिले, दलितों को न्याय मिले, तो और उनका हक नहीं है स्टेट गवर्नमेंट का, वो कहते हैं कि हमारा हक नहीं है, तो फिर आपको ये मामला CBI को तुरंत रेफर करना चाहिए. നഗരത്തിലെ BSP ഓഫീസിൽ സംസ്കരിക്കണമെന്ന കുടുംബാംഗങ്ങളുടെയും പാർട്ടിയുടെയും ഹർജി പരിഗണിച്ച മദ്രാസ് ഹൈക്കോടതി മറ്റൊരിടത്ത് സംസ്കാരം നടത്താൻ നിർദ്ദേശിച്ചു. ആർക്കോട്ട് സുരേഷ് ഗുണ്ടാ സംഘാംഗത്തിന്റെ കൊലപാതകത്തിലുള്ള പ്രതികാരമാണ് ആംസ്ട്രോങ്ങിന്റെ കൊലയ്ക്ക് കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം. ER രാകേഷ് ചേരുന്നു. രാകേഷ്, കോടതി പറഞ്ഞിരിക്കുന്നത് മറ്റൊരിടത്ത് സംസ്കാരം നടത്തണമെന്നാണ്. അങ്ങനെയെങ്കിൽ അത് എവിടെയാകും? ഒപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി പറഞ്ഞത്? അശ്വതി, ഇപ്പോൾ സംസ്കാര ചടങ്ങുകളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല. കാരണം ഇന്ന് രാവിലെ റിട്ട് പെറ്റീഷൻ മദ്രാസ് ഹൈക്കോടതി പരിഗണിച്ചിരുന്നു. ഈ ഹർജി നൽകിയിരുന്നത്
കൊല്ലപ്പെട്ട BSP തമിഴ്നാട് അധ്യക്ഷൻ കെ ആംസ്ട്രോങ്ങിന്റെ ഭാര്യയാണ്. ഈ ഹർജി പരിഗണിക്കുമ്പോൾ ഹർജിയിൽ ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, നഗരത്തിൽ പാർട്ടി ഓഫീസുണ്ട്, അവിടെ സംസ്കാര ചടങ്ങ് നടത്താൻ അനുവദിക്കണം, ഒപ്പം തന്നെ അവിടെ സ്മാരകം പണിയേണ്ടതുണ്ട്. ഇതായിരുന്നു ഹർജിയിലെ പ്രധാനപ്പെട്ട വാദം. എന്നാൽ സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യം ഇതൊരു ജനവാസ മേഖലയാണ്, ഈ BSP ഓഫീസ് നിൽക്കുന്ന പ്രദേശം, മാത്രവുമല്ല ഇടുങ്ങിയ വഴിയാണ്. അപ്പോൾ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ അവിടെ എത്തും, സ്വാഭാവികമായി അവിടെ തിരക്ക് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ട് അവിടെ സംസ്കാരം നടത്തരുത്, പകരം ഇതിനോട് 1.5 കിലോമീറ്റർ അകലെയായി 3 സ്ഥലങ്ങൾ സംസ്ഥാന സർക്കാർ തന്നെ ചെന്നൈ കോർപ്പറേഷൻ തന്നെ കണ്ടുവച്ചിട്ടുണ്ട്. അവിടെ എവിടെ വേണമെങ്കിലും സംസ്കാരം നടത്താം എന്നൊരു നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരുന്നത്. കോടതി അതിനനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും ഈ നിലവിലെ BSP ഓഫീസ് എന്ന തീരുമാനം മാറ്റിക്കൊണ്ട് മറ്റേതെങ്കിലും സ്ഥലത്ത്, അത് കോർപ്പറേഷൻ നിശ്ചയിക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ BSPക്കോ സ്വന്തം നിലയ്ക്കോ ഏതെങ്കിലും സ്ഥലത്ത് സംസ്കാരം നടത്താം എന്ന നിർദ്ദേശം കോടതി മുന്നോട്ട് വയ്ക്കുകയും തീരുമാനം അറിയിക്കണമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. 2:15 മുമ്പ് തീരുമാനം അറിയിക്കാനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ ഇതുവരെ അത്തരമൊരു നിർദ്ദേശം അല്ലെങ്കിൽ അറിയിപ്പ് BSPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഏതായാലും വൈകിട്ടോടുകൂടി സംസ്കാരം നടക്കും എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഏതായാലും BSP അധ്യക്ഷ മായാവതി ചെന്നൈയിലെത്തി ആദരാഞ്ജലി അർപ്പിച്ചു. ഇന്നലെ സംസ്ഥാന ഘടകം മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആവശ്യം CBI അന്വേഷണം വേണമെന്നായിരുന്നു. അതിന് സമാനമായ ആവശ്യം ഇപ്പോൾ ആവർത്തിച്ചിരിക്കുകയാണ് മായാവതിയും. സംസ്ഥാന സർക്കാർ ഈ കേസ് CBIക്ക് കൈമാറാൻ തയ്യാറാകണം എന്നിപ്പോൾ മായാവതി ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും നേരത്തെ പുറത്തു വന്ന രാഷ്ട്രീയ കൊലപാതകമാണോ എന്നടക്കമുള്ള സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇതൊരു വ്യക്തിവൈരാഗ്യമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ്. അതായത് കഴിഞ്ഞ ഓഗസ്റ്റിൽ ആർക്കോട്ട് സുരേഷ് എന്ന് പറയുന്ന ഗുണ്ടാ സംഘ തലവൻ കൊല്ലപ്പെട്ടിരുന്നു. അയാളും ഒപ്പം തന്നെ ഇപ്പോൾ കൊല്ലപ്പെട്ട BSP സംസ്ഥാന അധ്യക്ഷൻ ആംസ്ട്രോങ് തമ്മിൽ വ്യക്തിവൈരാഗ്യം നിലനിന്നിരുന്നു. അതൊരു ധനകാര്യ ഇടപാട് സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കമാണ് ഇരുവരും തമ്മിൽ നിലനിന്നിരുന്നത്. ഈ ആംസ്ട്രോങ്ങുമായി അടുത്ത ബന്ധമുള്ള ആളുകളിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുകയും അത് പിന്നീട് തിരിച്ചു നൽകാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഈ ധനകാര്യ സ്ഥാപനവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയായിരുന്നു ആർക്കൂട്ട് സുരേഷ്. അപ്പോൾ ആ കൊലപാതകത്തിലെ ഗൂഢാലോചനയിൽ ആംസ്ട്രോങ്ങിന് ബന്ധമുണ്ട്, അല്ലെങ്കിൽ ഗൂഢാലോചനയിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആംസ്ട്രോങ് ആണെന്ന് മറുപക്ഷം വിചാരിച്ചിരുന്നത്. അതാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് ഇപ്പോൾ പോലീസ് വിശദീകരിക്കുന്നത്. ഈ അറസ്റ്റിലായ 8 പേരിൽ ഒരാൾ ആർക്കൂട്ട് സുരേഷിന്റെ സഹോദരനുമാണ്. ഏതായാലും 3 പേരെ കൂടി കസ്റ്റഡി എടുത്തിട്ടുണ്ട്. ഇവരെ ചോദ്യം ചെയ്ത് വരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. അശ്വതി. ശരി, കെ ആംസ്ട്രോങ്ങിന്റെ സംസ്കാരം സംബന്ധിച്ച് അന്തിമ തീരുമാനമായിട്ടില്ല. എവിടെ എന്നതിൽ അന്തിമ തീരുമാനമായിട്ടില്ല. ER രാഗേഷാണ് വിശദവിവരങ്ങൾ നൽകിയത്. CPM-നെതിരെ INL-ലും വിമർശനം. കെട്ടിട നികുതി വർധനവ്, പെൻഷൻ നൽകാത്തത് അടക്കമുള്ള ജനവിരുദ്ധ സർക്കാർ നടപടികൾ തിരിച്ചടിയായി. INL-നോടുള്ള CPM നിലപാടും ഭരണശൈലിയും തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ മുന്നണി ബന്ധം പുനഃപരിശോധിക്കണമെന്ന ആവശ്യം കാസർഗോഡ് കഴിഞ്ഞ ദിവസം നടന്ന ജില്ലാ കമ്മിറ്റിയിലാണ് വിമർശനം ഉയർന്നത്. അതൃപ്തി അറിയിച്ച LDF-ന് കത്ത് നൽകാനും തീരുമാനമായി. ഇടതുപക്ഷ ഐക്യത്തെ ദുർബലപ്പെടുത്തുന്ന നിലപാട് ആരും സ്വീകരിക്കരുത് എന്ന് A. റഹീം. അതല്ല കാലം ആവശ്യപ്പെടുന്നത്. ബിനോയ് വിശ്വം പറഞ്ഞത് വസ്തുതാപരമായ അഭിപ്രായമല്ല. ഉയർന്ന സ്ഥാനത്തുള്ള ആൾ അങ്ങനെ പറയരുത്. ശക്തമായി മറുപടി പറയാത്തത് ഒരു വാക്പോരിലേക്ക് പോകേണ്ട എന്നുള്ളതുകൊണ്ടാണ്. DYFIക്ക് പോലും ഇത്രയും പക്വത കാണിക്കാൻ കഴിയുന്നു. മുതിർന്ന നേതാക്കൾ ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതല്ലേ എന്നും A. റഹീം ചോദിച്ചു. അത് ഒരു ഇടതുപക്ഷ ഐക്യത്തെ ദുർബലപ്പെടുത്തുന്ന വിധമുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകണം എന്നും ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല. ഞാൻ DYFI ആഗ്രഹിക്കുന്നു. പക്ഷെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. അത് അദ്ദേഹത്തിന്റെ ഏറ്റവും ഉയർന്നമായ അദ്ദേഹം ഇരിക്കുന്ന പദവിക്ക്, അദ്ദേഹം ഇരിക്കുന്നത് ഏറ്റവും ഉയർന്നൊരു പദവിയിലാണല്ലോ, അതിന് യോജിച്ചതാണോ അത്തരമൊരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം ഒരു ആത്മപരിശോധന നടന്നത്? അത് വസ്തുതാപരമായത് ശരിയല്ല. ആ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാപരമായി ശരിയുള്ള കാര്യങ്ങളല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിലേറ്റ കനത്ത തിരിച്ചടി വിലയിരുത്താൻ CPM സംഘടനാ റിപ്പോർട്ടിംഗ് എറണാകുളത്ത് ചേരുന്നു. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി P. രാജീവ്, M. സ്വരാജ് എന്നിവർ റിപ്പോർട്ട് അവതരിപ്പിക്കും. ജില്ലയിലെ സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചയും പാർട്ടി വോട്ടുകൾ പോലും കൃത്യമായി ലഭിക്കാത്തതുമാണ് തിരിച്ചടിക്ക് കാരണമെന്നാണ് ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ. രഞ്ജിത്ത്, തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം വലിയ രീതിയിലുള്ളൊരു വിമർശനമായിരുന്നു ജില്ലാ നേതൃത്വത്തിനെതിരെ പ്രവർത്തകർക്കിടയിൽ നിന്നുമുണ്ടായത്.
ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഹൈബി ഈഡനെ പോലുള്ള ഒരു ജനകീയനായ സ്ഥാനാർത്ഥിയെ നേരിടാൻ പറ്റിയ ഒരു എതിരാളിയായിരുന്നോ KJ ഷൈൻ എന്ന ചോദ്യമായിരുന്നു. ഇതിന് പിന്നാലെ KJ ഷൈനെതിരെ വലിയ വിമർശനമുണ്ടായിരുന്നു. ഈ പാർട്ടിയുടെ പ്രചാരണ വേളയിൽ പോലും പ്രവർത്തകരുമായി പലപ്പോഴും യോജിച്ചു പോയില്ല, ആഡംബരമായിട്ടുള്ള സൌകര്യങ്ങൾ വേണമെന്ന് ആവശ്യപ്പെടുന്നു, വെയിലത്തിറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, അങ്ങനെ പല രീതിയിലുള്ള ഒരു പരാതി പ്രളയം തന്നെ ജില്ലാ നേതൃത്വത്തിന് നേരെ പ്രവർത്തകർ KJ ഷൈനെതിരെ ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പിന്നീട് ഈ നേതൃത്വം യോഗം ചേരുകയും ഈ കനത്ത തോൽവി എന്തുകൊണ്ടുണ്ടായി എന്നുള്ളൊരു വിലയിരുത്തൽ ഉണ്ടാക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഭരണവിരുദ്ധ വികാരം, പിണറായി വിജയന്റെ ഉള്ള ഒരു ധാർഷ്ട്യം, അല്ലെങ്കിൽ ഈ ക്ഷേമ പെൻഷൻ അടക്കമുള്ളവ നൽകുന്നതിലുണ്ടായ വീഴ്ച, ഇതെല്ലാം ഉന്നയിക്കുന്നതോടൊപ്പം തന്നെ KJ ഷൈൻ എന്ന സ്ഥാനാർത്ഥി അത് വലിയ രീതിയിൽ വോട്ടർമാർക്കിടയിൽ വേരുറപ്പിക്കാനോ അല്ലെങ്കിൽ പ്രചാരണത്തിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാനോ KJ ഷൈന് കഴിഞ്ഞില്ല എന്ന വലിയ വിമർശനവും ഈ ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും റിപ്പോർട്ടിലടക്കം പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് തന്നെയായിരുന്നു കേന്ദ്ര നേതൃത്വത്തിൽ അയച്ച റിപ്പോർട്ടിലും വ്യക്തമാക്കുന്നത്. എന്തായാലും ഇന്ന് അല്പസമയത്തിന് മുൻപ് തന്നെ യോഗം ആരംഭിച്ചു. കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് യോഗം തുടരുന്നത്. ജില്ലയുടെ ചുമതലയുള്ള P രാജീവും പോളിറ്റ് ബ്യൂറോ അംഗം M സ്വരാജുമാണ് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത്. ആദ്യം PB അംഗം വിജയരാഘവൻ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അദ്ദേഹമല്ല, പകരം P രാജീവും M സ്വരാജുമായിരിക്കും റിപ്പോർട്ട് അവതരിപ്പിക്കുക. ഈ പ്രധാനമായും ഈ റിപ്പോർട്ട് ഇതിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് ജില്ലയിലെ ബ്രാഞ്ച് സെക്രട്ടറിമാരും ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. രണ്ടിടങ്ങളിലായിരിക്കും യോഗം നടക്കുക. എറണാകുളത്തിന്റെ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിലും മറ്റൊന്ന് കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജിലുമായിരിക്കും നടക്കുക. സെന്റ് പീറ്റേഴ്സ് കോളേജിൽ കോട്ടയം, ഇടുക്കി ജില്ലകളിലെ യോഗങ്ങൾ, അവിടുത്തെ ഈ തിരിച്ചടികളും വിലയിരുത്തുന്നുണ്ട്. എന്തായാലും എറണാകുളം ജില്ലയിലെ സംബന്ധിച്ച് പാർട്ടിയുടെ തന്നെ അല്ലെങ്കിൽ പ്രവർത്തകർക്കിടയിലെ പോലും വോട്ട് പെട്ടിയിലാക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ് ഇത്ര വലിയൊരു വോട്ട് ചോർച്ച ഉണ്ടായത്? ഹൈബീഡിന്റെ ഭൂരിപക്ഷത്തിന്റെ അത്ര പോലും വോട്ട് നേടാൻ കഴിഞ്ഞില്ല. BJPയുമായി വലിയ രീതി NDA സ്ഥാനാർത്ഥിയുടെ വോട്ടിൽ നിന്നും ഏകദേശം ഒരു 2000ന്റെ കുറവ് മാത്രമായിരുന്നു KJ ഷൈൻ ഉണ്ടായത്. അങ്ങനെ നിരവധി കാര്യങ്ങളായിരുന്നു പാർട്ടിയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ തുടങ്ങി പ്രചാരണത്തിൽ വരെ എത്തി നിൽക്കുമ്പോൾ KJ ഷൈനെയും ഒപ്പം പാർട്ടിയിലെ പ്രവർത്തകർക്കിടയിലും വലിയ ഭിന്നതയും വിമർശനങ്ങളും ഉണ്ടായിട്ടുള്ളത്. നവമി ദിനേശിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. എറണാകുളം പച്ചാളത്ത് ട്രാക്കിലേക്ക് മരം വീണതിനെ തുടർന്നുണ്ടായ ഗതാഗത തടസ്സം നീക്കി. ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചു. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു കൊച്ചിയിൽ നിന്നും. ആജ്ഞ, എപ്പോഴാണ് ഗതാഗതം പുനഃസ്ഥാപിക്കാനായത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, ഒരു 12 മണിയോടെ ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കാനായിട്ടുണ്ട്. വേണാട് എക്സ്പ്രസും മംഗള എക്സ്പ്രസും ആയിരുന്നു ഈ മരം വീണതിനെ തുടർന്ന് റെയിൽവേ ട്രാക്കിൽ പിടിച്ചിടേണ്ടി വന്നത്. എന്തായാലും റെയിൽവേ അധികൃതർ തന്നെ നേരത്തെ അറിയിച്ചിരുന്നു ഈ 2 ട്രെയിനുകൾ വൈകുമെന്ന്. മരം വീണതിനെ തുടർന്ന് 9:30 കൂടിയാണ് മരം വീണത്. അതൊരു വലിയ മരമായിരുന്നു, വലിയൊരു പൂവരശിന്റെ മരമായിരുന്നു. റെയിൽവേ ട്രാക്കിലേക്ക് വീഴുകയായിരുന്നു, കടപുഴകി വീഴുകയായിരുന്നു. എന്തായാലും ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ റോഡ് അധികം ഗതാഗതം കൂടുതൽ, അതായത് വലിയൊരു കൺജസ്റ്റഡ് ആയിരുന്നില്ല, അധികം ആളുകൾ പോകുന്ന സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ അപകടങ്ങളൊക്കെ ഒഴിവായി. സാധാരണ ദിവസങ്ങളിൽ അത് ഒരുപാട് വാഹനങ്ങൾ കടന്നു പോകുന്ന ഇടമാണ്. ആ സമയത്ത് തന്നെ വേണാട് എക്സ്പ്രസ് ഏതാണ്ട് 9:45 വേണാട് എക്സ്പ്രസ് ഇങ്ങോട്ട് കടക്കേണ്ടിയിരുന്നത്. ഏതാണ്ട് മരം വീണ് മിനിറ്റുകൾക്കുള്ളിൽ വേണാട് എക്സ്പ്രസ് കടന്നു പോകേണ്ടുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും വലിയ അപകടങ്ങളാണ് ഒഴിവായത്. കാരണം 25,000 വോൾട്ടാണ് ഈ റെയിൽ ലൈനിലൂടെ കടന്നു പോകുന്നത്. സിംഗിൾ ലൈനിലൂടെ തന്നെ അത്രയും ശക്തിയേറിയ വൈദ്യുതി കടന്നു പോകുന്നുണ്ട്. നമുക്ക് വിഷ്വലിൽ നമുക്ക് നാട്ടുകാരനെടുത്ത ദൃശ്യങ്ങൾ നമ്മൾ സംപ്രേഷണം ചെയ്തതാണ്. അതിൽ തന്നെ നമുക്ക് വ്യക്തമാണ് മരം തീ പിടിക്കുന്നതും അത് പൊട്ടിത്തെറിക്കുന്നതും നമുക്കതിൽ കാണാൻ കഴിയും. കാരണം മഴ പെയ്ത് മരം പച്ചമരമാണ്, അതുപോലെ മഴ പെയ്ത് നനഞ്ഞിരുന്ന സാഹചര്യമുള്ളതിന് തീ പടരുന്ന ഒരു സിറ്റുവേഷൻ ഒന്നും ഉണ്ടായില്ലെങ്കിൽ പോലും, അഥവാ ഏതെങ്കിലും ട്രെയിൻ വന്നിരുന്നെങ്കിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ബസ്സിന് മുകളിലേക്കോ വാഹനങ്ങൾക്ക് മുകളിലേക്കോ വീണിരുന്നതെങ്കിൽ വലിയ അപകടമായിരുന്നു ഉണ്ടാകേണ്ടിയിരുന്നത്. പക്ഷേ ഭാഗ്യവശാൽ അത് ഒഴിവായി കിട്ടി. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കൂടി വലിയൊരു ഗതാഗത കുരുക്കൊന്നും ഈ മേഖലയിൽ ഉണ്ടായിരുന്നില്ല. എന്തായാലും റെയിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. മണിക്കൂറുകളെടുത്ത് തന്നെയാണ്, കാരണം അതിന് ട്രാക്കിനും
അതുപോലെ തന്നെ ഈ പറയുന്ന കേബിളുകളൊക്കെ പൊട്ടി വീഴുന്ന സാഹചര്യമുണ്ടായി. ആ ട്രാക്കിലൊക്കെ ഷോക്ക് ഉണ്ടായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് തന്നെ ആളുകൾ അവിടേക്ക് കടന്നു പോകുന്ന ഒരു സാഹചര്യം. അങ്ങനെ എന്തായാലും നാട്ടുകാർ ഇടപെട്ട് തന്നെയാണ് അത്തരം വലിയ ദുരന്തം ഒഴിവാക്കാൻ ആയത്. ആളുകൾ ആ ഒരു സിറ്റുവേഷനെ നന്നായി ഹാൻഡിൽ ചെയ്തത് കൊണ്ട് തന്നെ വലിയൊരു ദുരന്തം ഒഴിവായി കിട്ടി. വളരെ സംയമനത്തോടു കൂടിയാണ് ഇവിടുത്തെ നാട്ടുകാർ ആ ഒരു അപകടത്തെ അല്ലെങ്കിൽ ആ ഒരു വലിയ അത്യാഹിതത്തെ നേരിട്ടത്. എന്തായാലും വലിയ ദുരന്തമാണ് ഒഴിവായത്. ഇത് രണ്ട് വശത്തുകൂടി, അതായത് ഇപ്പുറത്തുകൂടി ഒരു വശത്തുകൂടി ബസ് പോകുന്നു, ഒരു വശത്തുകൂടി ട്രെയിൻ പോകുന്നു. ആ ഒരു സാധ്യതയാണ് ഉള്ളത്. അതായത് ഈ റോഡിന്റെ ഒരു അവസ്ഥ ഏതാണ്? വലിയൊരു പൂവരശ മഴമാണ് കടപുഴകി വീണത്. എന്തായാലും അത് സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ നിന്ന മരമാണ്. നാട്ടുകാർക്ക് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു അത് മുറിച്ചു മാറ്റാൻ, പക്ഷെ അദ്ദേഹം ചെവിക്കൊണ്ടില്ല. എന്നാലും കഴിഞ്ഞ ഒരു 2 ആഴ്ച മുന്നേ കൌൺസിലറും നാട്ടുകാരും ചേർന്ന് റോഡിലേക്ക് നിന്നിരുന്ന ശിഖരങ്ങളൊക്കെ വെട്ടിമാറ്റിയതാണ്. പക്ഷെ ഇപ്പോൾ പക്ഷേ ഈ പറഞ്ഞതുപോലെ മഴ ഇന്നലെ രാത്രിയിലൊക്കെ ശരി, എന്തായാലും തടസ്സം നീക്കി ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആശ്വാസ വാർത്ത. ആജ്ഞ രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. അടിയന്തര അറ്റകുറ്റപ്പണികൾക്കായി കുണ്ടന്നൂർ തേവര പാലം അടച്ചിടും. മറ്റന്നാൾ രാത്രി 11 മണി മുതൽ 2 ദിവസത്തേക്കാണ് പാലം അടച്ചിടുക. വെള്ളിയാഴ്ച രാവിലെ യാത്രയ്ക്കായി തുറന്നുകൊടുക്കും. കുഴികൾ നിറഞ്ഞ പാലത്തിൽ അപകടം പതിവാകുന്ന സാഹചര്യത്തിലാണ് നടപടി. കുണ്ടന്നൂർ തേവര പാലത്തിന്റെ ദുരവസ്ഥ ഇവിടുത്തെ നാട്ടുകാരും യാത്രക്കാരും ഏറെ നാളുകളായി പരാതിപ്പെടുന്നതാണ്. വലിയ രീതിയിലുള്ള അപകടങ്ങൾ സംഭവിക്കുന്നു. ഏറ്റവും കൂടുതൽ ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർക്കാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഈ പാലത്തിന്റെ ഒരു അവസ്ഥ. എല്ലായിടത്തും കുണ്ടും കുഴിയുമാണ്. മഴ കൂടി പെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ മഴ പെയ്ത് വെള്ളം ഒലിച്ചു പോകുന്നതിനോടൊപ്പം ഇവിടുത്തെ ടാറുകളും ഒലിച്ചു പോകുന്നു. വലിയ രീതിയിലുള്ള കുഴികൾ രൂപപ്പെടുന്ന അവസ്ഥ. ഇത് വളരെ നാളുകളായി മരട് നഗരസഭ ഈ വലിയ രീതിയിൽ പരാതിപ്പെടുന്ന ഒരു സംഭവമായിരുന്നു. നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഒപ്പം യാത്രക്കാരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടായി. ഇതിനെ തുടർന്ന് നടത്തിയ യോഗത്തിലാണ് ഇവിടുത്തെ ഈ അറ്റകുറ്റപ്പണികൾ നടത്തി റോഡിലെ കുഴി നികത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഫലമായി 2 ദിവസം ചൊവ്വാഴ്ച രാത്രി 11 മുതൽ 2 ദിവസത്തേക്ക് പാലം അടച്ചിടും. വെള്ളിയാഴ്ച രാവിലെ തുറന്നുകൊടുക്കും. യാത്രക്കാർക്ക് മറ്റ് മാർഗങ്ങൾ പ്രയോജനപ്പെടുത്തി സഹകരിക്കണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നിങ്ങൾ തന്നെ കാണണ്ടല്ല റോഡിന്റെ അവസ്ഥ. മനുഷ്യന്റെ നട്ടല്ല പോണത്. വണ്ടിയുടെ മെയിൻ്റനൻസില് വർഷത്തിൽ എത്ര ചെയ്യണമെന്ന് കൈ കണക്കില്ല. മെനിയാന്ന് കൂടി വർഷാപ്പിൽ കയറി ഇറങ്ങിയതേ ഉള്ളൂ. അത്രയും ദുരവസ്ഥയാണ്. ഈ റോഡ് മാത്രമല്ല, എറണാകുളം മിക്ക കറങ്ങി കഴിഞ്ഞാൽ ഒരുപാട് റോഡുകൾ കാണും. മഴ ആയി കഴിഞ്ഞാൽ വെള്ളത്തിൽ ചാടിയിട്ടില്ലേ, സംഭവം ഒരു ഇരിക്കുന്ന ഇരിപ്പിന് നട്ടലൊടിഞ്ഞു പോണേണ്. ഇത് ശരിക്കും ഭയങ്കര അക്രമം തന്നെയാണ്. മനുഷ്യനെ കൊല്ലണ പരിപാടിയാണ്. ഗതി കെട്ടിട്ട് പറയണ വർത്താനമാണിത്. ആകെ വളരെ മോശം റോഡാണിത്. പാലത്തിൽ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം മാത്രം 2 പേരാണ് ഇവിടെ അപകടത്തിൽ മരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ താൽക്കാലികമായി, അതായത് 2 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റുന്ന പണികളല്ല ഈ പാലത്തിലുള്ളത്. കാരണം ഏറെ ദൂരമാണ് ഈ പാലമുള്ളത്. 2 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയില്ല. 1 മാസം തന്നെ വേണമെന്നാണ് ഈ അധികൃതർ വ്യക്തമാക്കുന്നത്. പക്ഷേ അത് നമുക്കറിയാം, കൊച്ചി പോലൊരു നഗരത്തിൽ അതും ഈ കുണ്ടന്നൂർ പാലം 1 മാസത്തേക്ക് അടച്ചിട്ടാൽ ഈ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് അത് വലിയ രീതിയിലായിരിക്കും. നല്ല രീതിയിൽ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലാന്റ് കൊണ്ടുവന്നിട്ട് നമുക്ക് റബ്ബറൈസ്ഡ് മോഡൽ ടാറിങ് അവിടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് സമയം കൊടുക്കണം 2 ദിവസം. അതുകൊണ്ടാണ് ഇന്നലെ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അതും ഇതുപോലെ മഴ പെയ്താൽ ഈ പറയുന്ന സമയത്ത് നടക്കില്ലത്. മഴ ഇല്ലെങ്കിൽ മാത്രമാണ് 2 ദിവസം ചൊവ്വാഴ്ച മുതൽ. അതല്ലെങ്കിൽ മഴ തുടർച്ചയായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ മാറ്റേണ്ടി വരും അതിനെക്കുറിച്ച്. ഇപ്പോൾ ഇന്നത്തെ പോലെ വെയിൽ കിട്ടുകയാണെങ്കിൽ അവർക്ക് 2 ദിവസം കൊണ്ട് അവർ നല്ല രീതിയിൽ ചെയ്തു തരാമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. വലിയ രീതിയിൽ സിറ്റിയിൽ പലയിടങ്ങളിലും വൻ ഗതാഗത കുരുക്ക് രൂപപ്പെടും. ഈ ഒരു സാഹചര്യം കണക്കിലെടുത്താണ് 2 ദിവസം കൊണ്ട് പാലം പൂർണ്ണമായും അടച്ചിട്ട്, അത് രാത്രി 11 മണി മുതൽ 2 മണി വരെ പൂർണ്ണമായും അടച്ചിട്ട് ഇവിടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയ ശേഷം വെള്ളിയാഴ്ച രാവിലെ യാത്രക്കാർക്ക് വേണ്ടി തുറന്നു കൊടുക്കാനായി തീരുമാനമായിരിക്കുന്നത്. ഈ മഴ കൂടി പെയ്ത സാഹചര്യത്തിൽ വലിയ രീതിയിൽ കുഴികൾ രൂപപ്പെടുന്നു. ഈ പാലത്തിൽ വരുന്നവർക്ക്, അതായത് ഈ ഇരുചക്ര വാഹനത്തിൽ വരുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. അവർ ഈ വേഗത്തിൽ വന്ന് ഈ കുഴികൾ കാണുമ്പോൾ ബ്രേക്ക് ഇടുകയും പിന്നീട് പുറകിലുള്ള വണ്ടികൾ വന്ന് ഇടിച്ച് വലിയ രീതിയിൽ അപകടങ്ങളും മരണം വരെ സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു. എന്തായാലും പ്രതിഷേധങ്ങൾക്ക് ഒടുവിലാണ്
ഇപ്പോൾ കുണ്ടന്നൂർ തേവര പാലം അടച്ചിട്ടുകൊണ്ട് അറ്റകുറ്റപ്പണികൾ നടത്താനായി തീരുമാനിച്ചിരിക്കുന്നത്. ഗുജറാത്തിൽ 6 നില കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ മരണം 7 നിരവധി പേർക്ക് പരിക്കേറ്റു. ഇന്നലെ ഉച്ചയോടെയായിരുന്നു ഗുജറാത്തിലെ സച്ചിൻപാലി ഗ്രാമത്തിൽ അപകടം ഉണ്ടായത്. 8 വർഷം മുമ്പ് നിർമ്മിച്ച കെട്ടിടമാണ് തകർന്നു വീണത്. 5 കുടുംബങ്ങൾ കെട്ടിടത്തിലുണ്ടായിരുന്നു. കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഒരു സ്ത്രീയെ രക്ഷാപ്രവർത്തകർ ജീവനോടെ പുറത്തെത്തിച്ചു. ബാക്കിയുള്ളവർക്കായി രക്ഷാപ്രവർത്തനം തുടരുകയാണ്. സംസ്ഥാനത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. ന്യൂനമർദ്ദ പാത്തിയും ചക്രവാത ചുഴിയും നിലനിൽക്കുന്നതിനാൽ മഴ ശക്തമാകുമെന്നും മുന്നറിയിപ്പുണ്ട്. കേരള തീരത്തും തമിഴ്നാട് തീരത്തും നാളെ രാത്രി 11:30 വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. മത്സ്യബന്ധന യാനകൾ, ബോട്ട്, വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുക. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങൾക്കും പൂർണ്ണമായും ഒഴിവാക്കുക. കേരള തീരം മുതൽ മഹാരാഷ്ട്ര തീരം വരെ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട്. വടക്കൻ ഗുജറാത്തിനു മുകളിൽ ചക്രവാത ചുഴിയും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഫലമായി വ്യാപകമായ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് 7 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. ജൂലൈ 9 വരെ ശക്തമായ മഴ തുടരുമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. വടകര കോട്ടക്കലിൽ മത്സ്യത്തൊഴിലാളിയെ കടലിൽ കാണാതായി. കോഴിക്കോട് ചേളാരി സ്വദേശി മുഹമ്മദ് ഷാഫിയെയാണ് കാണാതായത്. അഴിമുഖത്തിന് സമീപം വല വീശുന്നതിനിടെ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. കൊച്ചിയിൽ വഴിയോര കച്ചവടക്കാർക്കായി നിർമ്മിച്ച കടകൾ കൊച്ചി കോർപ്പറേഷൻ കൈമാറുന്നില്ലെന്ന് പരാതി. കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡ് പദ്ധതിയിൽ നിർമ്മിച്ചവയാണിത്. നിർമ്മാണം പൂർത്തിയായിട്ടും കൈമാറ്റം നടക്കാത്തതിനാൽ ഇതിനു മുന്നിലാണ് ചെറുകിട കച്ചവടക്കാർ ഇപ്പോൾ വിൽപ്പന നടത്തുന്നത്. ഫോർട്ട് കൊച്ചിയുടെ മുഖം മിനിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആരംഭിച്ചത്. 36 കിയോസ്കുകളാണ് ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി മേഖലകളിലായി കൈമാറ്റത്തിനായി തയ്യാറായിരിക്കുന്നത്. ഇവ CSML കൊച്ചി കോർപ്പറേഷന് കൈമാറിയ ശേഷം കോർപ്പറേഷൻ അർഹരായവർക്ക് താക്കോലുകൾ നൽകുമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. മാസങ്ങൾക്ക് മുൻപേ നിർമ്മാണം പൂർത്തിയാക്കിയെങ്കിലും ഇവ ഇപ്പോഴും ഇങ്ങനെ കിടക്കുകയാണ്. കടകളുടെ നിർമ്മാണം 8 മാസങ്ങൾക്ക് മുൻപേ പൂർത്തിയാക്കി. കച്ചവടക്കാർ പലതവണ അധികൃതരെ സമീപിച്ചെങ്കിലും അനുകൂലമായ ഒരു മറുപടിയും ഉണ്ടായില്ല. പൂർത്തിയാക്കിയ കടകൾക്ക് മുകളിൽ മരച്ചില്ലകൾ ഒടിഞ്ഞു വീണിട്ടുണ്ട്. അറ്റകുറ്റപ്പണികൾക്ക് ശേഷമേ പലതും ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. കൈമാറ്റം വൈകുന്തോറും കടകൾ കൂടുതൽ നാശോന്മുഖമാകും. ന്യൂസ് 18 കൊച്ചി. കോപ്പ അമേരിക്കയിൽ സെമി കാണാതെ ബ്രസീൽ പുറത്ത്. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഉറുഗ്വേയാണ് ബ്രസീലിനെ തകർത്തത്. 4-2 ഉറുഗ്വേയുടെ വിജയം. നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഗോൾ രഹിത സമനില പാലിച്ചതോടെയാണ് മത്സരം ഷൂട്ടൌട്ടിലേക്ക് നീണ്ടത്. ഉറുഗ്വേ 4 കിക്കുകൾ ലക്ഷ്യത്തിലെത്തിച്ചപ്പോൾ ബ്രസീലിന്റെ എഡൻ മിലിറ്റോ, ഡഗ്ലസ് ലൂയിസ് എന്നിവരുടെ കിക്ക് പാഴായി. യൂറോ കപ്പിൽ സെമി ലൈനപ്പായി ഫ്രാൻസ് സ്പെയിനെയും ഇംഗ്ലണ്ട് നെതർലാൻഡ്സിനെയും നേരിടും. ഇന്നലെ നടന്ന ക്വാർട്ടർ ഫൈനലിൽ സ്വിറ്റ്സർലൻഡിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ തകർത്താണ് ഇംഗ്ലണ്ട് സെമിയിൽ പ്രവേശിച്ചത്. ഇംഗ്ലണ്ടിന്റെ 5 കിക്കുകളും ലക്ഷ്യത്തിലെത്തിയപ്പോൾ സ്വിസ് താരം മാനുവൽ അക്കാഞ്ചിയുടെ ലക്ഷ്യം പിഴച്ചു. നേരത്തെ നിശ്ചിത സമയത്തും അധിക സമയത്തും ഇരു ടീമും ഓരോ ഗോൾ വീതം നേടി സമനില പാലിച്ചതോടെയാണ് മത്സരം ഷൂട്ടൌട്ടിലേക്ക് നീണ്ടത്. തുർക്കിയെ 1-2 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് ഓറഞ്ച് പടയുടെ സെമി പ്രവേശം. 1 ഗോളിന് പിന്നിൽ നിന്ന ശേഷമാണ് നെതർലൻഡ്സിന്റെ ജയം. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6765 രൂപ, പവന് 54,120 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 5620 രൂപ, പവന് 44,960 രൂപ. വെള്ളി ഗ്രാമിന് 99 രൂപ, കിലോയ്ക്ക് 99,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
പകൽ വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.